السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إن شاء الله നമ്മൾ ഇന്ന് 194, 95 ആയത്തുകൾ കാണാം. കഴിഞ്ഞ ക്ലാസ്സിൽ അൽഹംദുലില്ലാ 93 വരെയാണ് നമ്മൾ ചെയ്തു വെച്ചത് അല്ലേ. ഇൻഷാ അല്ലാഹ്. അപ്പം 94ാമത്തെ ആയത്ത് എന്ന് പറയുന്നത് الشهر الحرام بالشهر الحرام والحرمات قصاص فمن اعتدى عليكم فاعتدوا عليه بمثل ما اعتدى عليكم واتقوا الله واعلموا أن الله مع المتقين. വിലക്കപ്പെട്ട മാസത്തിലെ യുദ്ധത്തിന് വിലക്കപ്പെട്ട മാസത്തിൽ തന്നെ തിരിച്ചടിക്കുക. വിലക്കപ്പെട്ട മറ്റു കാര്യങ്ങൾ ലംഘിക്കുമ്പോഴും അങ്ങനെ തന്നെ പ്രതിക്രിയ ചെയ്യേണ്ടതാണ്. അപ്രകാരം നിങ്ങൾക്കെതിരെ 6 അതിക്രമം കാണിച്ചാലും അവർ നിങ്ങളുടെ നേർക്ക് കാണിച്ച അതിക്രമത്തിന് തുല്യമായി അവന്റെ നേരെയും അതിക്രമം കാണിച്ചുകൊള്ളുക. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. വാക്കർത്ഥം നോക്കാം. അഷ്ഹർ മാസം, അൽ ഹറാമു നിഷിദ്ധമായ, ബിഷഹ്റിൽ ഹറാമി നിഷിദ്ധമായ മാസത്തിന് പകരം, വൽ ഹുറുമാത്തു ഹുർമത്തുകൾ, ഹറാമിയും സെയിം ഹറാമിന്റെ റൂട്ടിൽ നിന്ന് തന്നെ ഉള്ളതാണ് ഹുർമാത്ത്. ഷഹർ ഷീൻ ഹ റോ, ഹറാമ് ഹ റോ മീം. നമ്മൾ മുമ്പേ കണ്ടതായതുകൊണ്ടാണ് എഴുതാതിരുന്നത്. ഖിസാസുൻ പ്രതികാരം, ഇത് നമ്മൾ കണ്ടതാണ്. ഖാഫ് സ്വാദ് സ്വാദ്. ഫമൻ അതിനാൽ ആരെങ്കിലും അതിര് കവിഞ്ഞാൽ, അലൈക്കും നിങ്ങളോട്, ഫഅ്തദു നിങ്ങൾ അതിര് കവിഞ്ഞോളൂ, അലൈഹി അവനോട്, ബിമിസ്ലി പോലുള്ളത് കൊണ്ട്, അതായത് തുല്യമായത് കൊണ്ട്, മഅ്തദ അവൻ അതിര് കവിഞ്ഞത്, എഴുത്തത ആര് അതിര് കവിഞ്ഞു എന്നുള്ളത് പോലെയാണ് മഅ്തദ എന്ന് പറഞ്ഞത്. അലൈക്കും നിങ്ങളോട്, വത്തഖുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യൂ, വഅലമു നിങ്ങൾ അറിഞ്ഞിരിക്കുകയും ചെയ്യുവിൻ, അന്നല്ലാഹ അള്ളാഹു എന്ന്, മഅൽ മുത്തഖീൻ മുത്തഖീങ്ങളുടെ കൂടെയാണ്, സൂക്ഷ്മത പാലിക്കുന്നവരുടെ കൂടെയാണ്. വത്തഖു മുത്തഖി ഒക്കെ വാഖാഫിയ റൂട്ട്, വഅലമു ഐൻ ലാം മീം, എഴുത്തത ഐൻ ദാൽ വാവ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വന്നിട്ടുള്ള റൂട്ടുകളായതുകൊണ്ടാണ് എഴുതാതിരുന്നത് കേട്ടോ. ഇവിടെ മഅ്തദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിര് കവിഞ്ഞത് പോലെ, ഓക്കെ. അത് ബി മിസ്ലി മാ അഅ്തദ, അവരെപ്രകാരം അവർ അതിര് കവിഞ്ഞോ അതുപോലെ എന്നാണ്. ഞാൻ മൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്, എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അത് കറക്റ്റ് ചെയ്യാം. തഫ്സീർ നോക്കാം. അഷ്ഹറുൽ ഹറാമു ബിശ്ശഹ്റിൽ ഹറാമി. ഷഹ്റുൽ ഹറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്രഡ് ആയിട്ടുള്ള പരിശുദ്ധമായ മാസം അല്ലെ. പരിശുദ്ധമായ മാസം പരിശുദ്ധമായ മാസം കൊണ്ടാണ്, വിലക്കപ്പെട്ട മാസം വിലക്കപ്പെട്ട മാസം കൊണ്ടാണ് എന്ന്. അതായത് ഇത് ഈ ഈ ആയത്തുകളിൽ നമ്മൾ യുദ്ധത്തിന്റെ നിയമങ്ങൾ തന്നെ ആണ് പറയുന്നത്. നമുക്കറിയാം യുദ്ധം ഇസ്ലാമിൽ അനുവദനീയമായ കാര്യം അല്ലെ. കഴിഞ്ഞ കുറച്ച് ആയത്തുകളിൽ നമ്മൾ അതാണ് കണ്ടത്. ചെറിയ ചെറിയ ആയത്തുകളാണെങ്കിലും കുറച്ച് റൂൾസ് നമ്മൾ അവിടെ മനസ്സിലാക്കിയില്ലേ, ചില നിയമങ്ങൾ പാലിക്കണം എന്നുള്ളത് മനസ്സിലാക്കി. ഇതുവരെ നമ്മൾ പഠിച്ച നിയമങ്ങൾ എന്തൊക്കെയാണ്? യുദ്ധത്തില് അതിര് കവിയൽ അല്ലെ, എഴുത്തത എന്ന് പറയുന്ന സംഭവം, അതിര് കവിയൽ അനുവദനീയമല്ല, അനീതി അനുവദനീയമല്ല. പിന്നെ ആര് യുദ്ധം ചെയ്യുന്നു അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം, അല്ലാതെ വേറൊരു തരത്തിലുള്ള പേഴ്സണൽ ആയിട്ട് അവന് സ്വയം എന്തെങ്കിലും നേട്ടമുണ്ടാക്കാനോ വേറെ ലക്ഷ്യങ്ങളോട് കൂടിയൊന്നും ആവരുത്. പിന്നെ യുദ്ധം എന്ന് പറയുന്നത് ഡിഫെൻസിന് വേണ്ടി ആയിരിക്കണം അല്ലെ, സ്വയരക്ഷയ്ക്ക് വേണ്ടിയായിട്ടുള്ളതായിരിക്കണം, അല്ലാതെ വേറെ നിയത്ത്, അതായത് ദേഷ്യം തീർക്കാനുള്ളത് ആവരുത്. മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ ശത്രുതയുള്ള, ഇസ്ലാമിനെതിരെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നവരോട് മാത്രമുള്ളതായിരിക്കണം യുദ്ധം. അത് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളടുത്ത് യുദ്ധം ചെയ്യുന്നവരെ, നമ്മളോട് ഫൈറ്റ് ചെയ്യുന്നവരോടാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്, അല്ലാതെ നമ്മളുമായിട്ട് സമാധാനത്തിലിരിക്കുന്ന ആളുകളുമായിട്ട് അല്ല. നമുക്ക് ഇസ്ലാമിനോട് മുസ്ലിങ്ങളോട് ശത്രുത കാണിക്കുന്ന, പ്രയാസം ഉണ്ടാക്കുന്ന, ഫിത്നയില്ല ഉണ്ടാക്കുന്ന ആൾക്കാരോടാണ് യുദ്ധം ചെയ്യേണ്ടത്.
പിന്നെ നമ്മൾ പഠിച്ചത് യുദ്ധം ഹറാമാക്കിയ ഒരു സ്ഥലം അല്ലെ, എവിടെയാണ്? ഹറം, മസ്ജിദുൽ ഹറം, കാബയുടെ ചുറ്റുപാടുമുള്ള ഏരിയയിൽ, അവിടെ മുസ്ലിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ പാടില്ല. പക്ഷേ അവിടെ വെച്ച് ആരെങ്കിലും ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഡിഫെൻഡ് ചെയ്യണം അല്ലെ, അവിടെ വെച്ച് തന്നെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യണം. അപ്പം പരിശുദ്ധമായ ഒരു സ്ഥലം, മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന പരിശുദ്ധമായ സ്ഥലത്ത് യുദ്ധം അനുവദനീയമല്ല എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധമായ സമയം, ഹറാമായിട്ടുള്ള സമയം യുദ്ധം അനുവദനീയം അല്ലാത്തത്. പരിശുദ്ധമായ സ്ഥലങ്ങൾ പോലെ തന്നെ പരിശുദ്ധമായ സമയങ്ങളും ഉണ്ട്. അതായത് ഓരോ വർഷത്തിലും സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ ആളുകൾക്ക് ഇബാദത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ചില സമയങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളുണ്ട്. ആ സമയത്ത് വേറെ ഒന്നും മറ്റുള്ളവരെ ഉപദ്രവിക്കുക, പ്രയാസം ഉണ്ടാക്കുക, യുദ്ധം ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെയാണ് മസ്ജിദുൽ ഹറമില് അത് അനുവദനീയമല്ല എന്ന് പറയുന്നത് അല്ലെ. മസ്ജിദുൽ ഹറാമിൽ നമുക്കറിയാം, അതിന്റെ ചുറ്റുപാടുള്ള പരിസരങ്ങളിൽ ഒരാൾക്കും ഒരു ഉപദ്രവം വരുത്താൻ പറ്റില്ല, ഒരു മൃഗത്തിനെ പോലും കൊല്ലാൻ പറ്റൂല, വേട്ട പറ്റൂല, മരങ്ങൾ മുറിക്കാൻ പറ്റൂല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പം അതേപോലെ ഈ സീക്രഡ് ആയിട്ടുള്ള പരിശുദ്ധമായ സ്ഥലങ്ങൾ പോലെ പരിശുദ്ധമായ സമയങ്ങളും ഉണ്ട്, പരിശുദ്ധമായ മാസങ്ങളും ഉണ്ട്. ഇതുപോലെ യുദ്ധം അനുവദനീയമല്ലാത്തത്. അപ്പൊ ഇവിടെ അഷ്ഹറുൽ ഹറാം, ഷഹർ മാസം, ഹറാമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങൾ. ഏതൊക്കെയാണ് പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങൾ? നമുക്കറിയാം 4 മാസങ്ങളാണ് അല്ലെ. മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ. അതായത് വർഷത്തിന്റെ അവസാനത്തിൽ ദുൽഖഅദയും ദുൽഹിജ്ജയും, വർഷത്തിന്റെ ആദ്യത്തില് മുഹറവും റജബും. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ 4 മാസങ്ങളാണ് യുദ്ധം ചെയ്യാൻ അനുവദനീയമാക്കപ്പെട്ടിട്ടില്ലാത്ത പരിശുദ്ധമാക്കിയ മാസങ്ങൾ. അപ്പം അഷ്ഹറുൽ ഹറാമു ബിഷ്ഷഹറിൽ ഹറാം. എന്താണ് ബിഷ്ഷഹറിൽ ഹറാം? പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസങ്ങളിലുള്ള യുദ്ധം എന്ന് പറയുന്നത് ആ മാസത്തിനോട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ മാസത്തിൽ ചെയ്യുന്ന അതിര് കവിയലാണ്. കാരണം ഏതെങ്കിലും ഒരു വ്യക്തി ഈ മാസങ്ങളിൽ നമ്മളടുത്ത് യുദ്ധം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ 4 മാസങ്ങളിൽ ഒരു മുസ്ലിമിന്റെ അടുത്ത് യുദ്ധം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. എന്താ ചെയ്യേണ്ടത്? ഡിലേ ആക്കൊക്കെ, ഈ മാസം യുദ്ധം ചെയ്യാൻ പാടില്ലല്ലോ, എന്നാ പിന്നെ മാസങ്ങൾ കഴിയട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്യാണോ, അതോ എന്താണ് തിരിച്ചടിക്കണോ? യെസ്, നമ്മൾ തിരിച്ചടിക്കണം അല്ലെ. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു, പരിശുദ്ധമായ സ്ഥലത്ത് മസ്ജിദുൽ ഹറാമിൽ യുദ്ധം ചെയ്യാൻ പാടില്ല, പക്ഷെ നമുക്ക് അടി കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് തിരിച്ചടിക്കാം. അതേപോലെ തന്നെയാണ് പരിശുദ്ധമായ സമയങ്ങൾ. അഷ്ഹറുൽ ഹറാമു ബിഷ്ഷഹറിൽ ഹറാമി. പരിശുദ്ധമായ സമയത്ത് നമ്മളടുത്ത് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചും യുദ്ധം ചെയ്യണം ആ സമയത്ത് തന്നെ, അത് പിന്നേക്ക് നീട്ടിവെക്കലില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു എക്സെപ്ഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നത്? നമുക്കറിയാം, കഅബ അതിന്റെ പരിസരങ്ങൾ പ്രത്യേകം ബഹുമാനം അർഹിക്കുന്ന സ്ഥലങ്ങളാണ്, അവിടെ യുദ്ധം ചെയ്യാൻ പാടില്ല. അതേപോലെ ഈ സമയങ്ങൾ ബഹുമാനം അർഹിക്കുന്ന സമയങ്ങളാണ്, അവിടെ യുദ്ധം ചെയ്യാൻ പറ്റൂല. പക്ഷേ നമ്മളടുത്ത് ഇങ്ങോട്ട് ആരെങ്കിലും യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ നമുക്കോട് അപ്പൊ തന്നെ ഈ സമയത്തും ഈ സ്ഥലത്തും അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു എക്സെപ്ഷൻ തന്നത്? അതിന്റെ റീസൺ പറയുന്നുണ്ട്. വൽ ഹുറുമാതു ഖിസാസുൻ. അൽ ഹുറുമാത്, ഹുറുമ, ഹുറുമയുടെ പ്ലൂറലാണ് ഹുറുമാത്. സെയിം റൂട്ടാണ്, ഹറാമിന്റെ സെയിം റൂട്ടാണ്. ഹ റോ മീം. ഹുറുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ടത്. ഏതൊന്ന് പരിശുദ്ധമാക്കപ്പെട്ടോ അത്. അപ്പം ഹുറുമാത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ. അത് പരിശുദ്ധമാക്കപ്പെട്ട സമയങ്ങളാവാം, സ്ഥലങ്ങളാവാം. റെസ്പെക്ട് ചെയ്യേണ്ട സമയങ്ങൾ, സ്ഥലങ്ങൾ അല്ലെ. ഒരു വ്യക്തിയുടെ ജീവൻ അത് റെസ്പെക്ട് അർഹിക്കുന്നില്ലേ? യെസ്, അത് റെസ്പെക്ട് ചെയ്യണം അല്ലെ. നമുക്ക് മറ്റൊരാളുടെ ജീവൻ നമുക്ക് എടുക്കാൻ പറ്റില്ല, അത് നമുക്ക് ഹറാമാണ്. അതുപോലെ വേറൊരു വ്യക്തിയുടെ സ്വത്ത് അത് റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമല്ലേ? യെസ്, നമുക്ക് അത് ഹറാമാണ് അല്ലെ. അതിൽ നമുക്ക് അന്യാധീനമായി കൈവശം വെക്കുക, അതിനെ നമ്മൾ നശിപ്പിക്കുക, ഇതൊക്കെ എന്നാൽ നമുക്ക് ഹറാമാക്കപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ഇതൊക്കെ റെസ്പെക്ട് അർഹിക്കുന്ന കാര്യങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. പേജ് വിടുവോ? എന്ത് പേജ് വിടുന്ന കാര്യമാണ് പറയുന്നത്? ഓക്കെ, അപ്പം റെസ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശആഇർ, അള്ളാഹുവിന്റെ അടയാളങ്ങൾ, ദീനിന്റെ അടയാളങ്ങൾ, കഅബ, അതിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അപ്പം ഒരു സ്ഥലം, ഒരു സമയം, ഇതൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം റെസ്പെക്ട് ചെയ്യണമെങ്കിൽ
റെസ്പെക്ട് ചെയ്യാൻ ബാധ്യസ്ഥമായ സ്ഥലങ്ങളാണെങ്കിൽ അതിന്റെ റെസ്പെക്റ്റിനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു റൂളിനെ അതിക്രമിച്ച്, അതിന്റെ പരിശുദ്ധിയെ അതിക്രമിച്ച് ആരെങ്കിലും അതിന് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, അതിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഖിസാസ്. ഖിസാസ് എന്താ? ഖിസാസ് തുല്യമായിട്ടുള്ള പ്രതിക്രിയ അല്ലെ? നമ്മൾ മുമ്പ് കൊലപാതകത്തിന്റെ കാര്യത്തിൽ പഠിച്ചതാണ്. എന്താണോ അക്രമി ചെയ്തത് അത് തന്നെ തിരിച്ചു ചെയ്യലാണ്. അപ്പോൾ അവര് നിങ്ങളടുത്ത് പരിശുദ്ധമായ മാസത്തില് നിങ്ങളടുത്ത് യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഖിസാസ് തുല്യമായ രീതിയിൽ അതിനെ തിരിച്ചടിക്കുക. കാരണം പരിശുദ്ധമായതിന്റെ പരിശുദ്ധികൾ അവര് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല്, അല്ലെ, അവരെ അതിക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് വെറുതെ ഇരിക്കലല്ല, അവരെ നിങ്ങൾ തടയണം, നിങ്ങൾ പകരം ചെയ്യണം. അഷ്ഹറുൽ ഹറാമു ബിശ്ശഹ്റിൽ ഹറാമി വൽ ഹുറുമാതു ഖിസാസുൻ. ഏത് തരത്തിലുള്ള വയലേഷൻസിനും, ഓക്കെ, ഏത് തരത്തില് ഇത്തരത്തിലുള്ള നിയമങ്ങളെ അല്ലെങ്കിൽ ഹറാമാക്കിയതിനെ ആരെങ്കിലും അതിക്രമിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ ചെയ്യേണ്ടത്? ഖിസാസ്. ഹറമിലെ പോലെ തന്നെ എന്തെങ്കിലും ഒരു ക്രിമിനൽ അവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഹറമിന് തിരിച്ചടിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ പരിശുദ്ധ മാസങ്ങളിൽ നിങ്ങൾ ഒരാൾ ഒരു അമുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ പ്രയാസം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ മാസത്തിൽ തന്നെ അത് തിരിച്ചടിക്കണം. സുബ്ഹാനല്ലാഹ്. അവരുടെ ജീവനെ നമുക്ക് വെറുതെ വിട്ടുകൂടാ. ഫമന തദാ അലൈക്കും, ആര് നിങ്ങൾക്ക് നേരെ അതിര് കവിയുന്നുവോ, തദാ ഐൻ ദാൽ വാവ്, ഓക്കെ, ആര് അതിര് കവിയുന്നുവോ, ഫഅ്തദൂ അലൈഹി, നിങ്ങൾ അവനോട് തിരിച്ച്, ഓക്കെ, അവന് തിരിച്ചും എന്താക്കുക? കൊടുത്തോളുക. നിങ്ങളുടെ അടുത്ത് എന്താണോ ചെയ്യുന്നത് അതേപോലെ നിങ്ങൾ തിരിച്ചും കൊടുത്തുകൊള്ളുക. സുബ്ഹാനല്ലാഹ്, അല്ലെ? ആര് അതിക്രമം കാണിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അവനോട് തിരിച്ചു കൊള്ളുക. അതിന്റെ കൂടെ ഒരു വാക്കുണ്ട്, ബി മിസ്ലി, അതേപോലെ തുല്യമായിട്ട്, മിസ്ല് ഈക്വൽ ആയിട്ടുള്ള, അല്ലെ, സെയിം വേ, അതേപോലെ. അലൈക്കും, അവര് അതിക്രമിച്ചത് പോലെ, അവര് കാണിച്ച അതിക്രമം പോലെ തന്നെ നിങ്ങളും തിരിച്ചടിച്ചുകൊള്ളുക. അതായത് ആരെങ്കിലും നിങ്ങളെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപദ്രവം വരുത്തി കഴിഞ്ഞാൽ, നിങ്ങളോട് അതിക്രമം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അതേപോലെ തിരിച്ചടിക്കുക, അല്ലാതെ അതിനേക്കാൾ കഠിനമായിട്ടല്ല, അല്ലാതെ അവരെ കംപ്ലീറ്റ് നശിപ്പിച്ചുകൊണ്ടല്ല. ആരെങ്കിലും നിങ്ങൾക്ക് ഉപദ്രവം വരുത്തി കഴിഞ്ഞാൽ അതേപോലെയാണ് തിരിച്ചടിക്കേണ്ടത്. അത് നിങ്ങൾ ഡിഫെൻസ് ചെയ്യാണ്. അതായത് നമ്മളെ ഒരാൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, അല്ലെ, ഇസ്ലാമിലെ യുദ്ധം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് ഡിഫെൻസീവ് മോഡാണ്. നമ്മളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, നമ്മളോട് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് യുദ്ധം ചെയ്യലാണ്. അല്ലാതെ ഒഫെൻസീവ് മോഡല്ല. അതായത് അവര് ചെയ്തതിന് പ്രതികാരമായിട്ട് അവരെ നശിപ്പിച്ചില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, നമ്മളടുത്ത് ചെയ്തതിന് അതേപോലെ തിരിച്ച് ചെയ്തിട്ട് നമ്മളെ സംരക്ഷിക്കാം. ഓക്കെ, അപ്പം എത്രയാണോ അതിനാവശ്യം അത്ര മാത്രം, ബി മിസ്ലി, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ. ഓക്കെ, പലപ്പോഴും നമ്മൾ ഈ ഒരു വാക്ക് മാത്രം കാണൂല, അതിക്രമിച്ചാൽ തിരിച്ച് അതിക്രമിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് തോന്നിയ പോലെയാണ്, അല്ലെ? പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട് ബി മിസ്ലി. ഈ ഒരു ഇൻസ്ട്രക്ഷൻ, ബി മിസ്ലി മഅ്തദ അലൈക്കും, ഈ ഒരു ഇൻസ്ട്രക്ഷൻ ജനറൽ ആയിട്ടും നമ്മൾക്ക് എടുക്കേണ്ട കാര്യങ്ങളാണ്. അതായത് നമ്മളെ ഏതെങ്കിലും ഒരു വ്യക്തി ഉപദ്രവിക്കുകയാണ്, ശാരീരികമായിട്ടോ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഉപദ്രവിക്കുകയെന്ന് വെച്ചോ, അപ്പം എത്രത്തോളം പ്രതികാരം നമ്മൾ എടുക്കണം ആ വ്യക്തിയുടെ അടുത്ത്? എത്രയാണോ ഇങ്ങോട്ട് തന്നത് അത്ര തന്നെ, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളറിയാം, ഈ ചെറിയ കുട്ടികൾ, സഹോദരന്മാര് തമ്മിൽ, അല്ലെ, ആങ്ങളെ പെങ്ങളെ ഒന്ന് തോണ്ടും, തിരിച്ച് ഒന്ന് തോണ്ടുകയും ചെയ്യും, ഒന്ന് നുള്ളുകയും ചെയ്യും, തിരിച്ചിങ്ങോട്ട് നുള്ളുകയും ചെയ്യും, അടിക്കുകയും ചെയ്യും, ചവിട്ടുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, അത് ദുൽമാണ്, ഓക്കെ, അനീതിയാണ്. അപ്പം റിവെഞ്ച്, പ്രതികാരം എടുക്കുമ്പം എത്രയാണോ ഇങ്ങോട്ട് ചെയ്തത് അത്രമാത്രം അങ്ങോട്ട് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അനുവാദം തന്നിട്ടുള്ളൂ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ ഒരു റിവെഞ്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിച്ച ഒരാളടുത്ത് തിരിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അയാൾ ഇങ്ങോട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് ചെയ്താലേ തൃപ്തിയാവുള്ളൂ, അല്ലെ? നമുക്ക് ശരിക്കും അവരിങ്ങോട്ട് ചെയ്ത ഉപദ്രവത്തിനെ അളന്ന് തൂക്കി നോക്കി അത്ര തന്നെ തിരിച്ച് അങ്ങോട്ട് ചെയ്യാനുള്ള ബുദ്ധിയൊന്നും നമുക്കില്ല. സുബ്ഹാനല്ലാഹ്, അത് എത്രയാണോ അവർ ചെയ്ത് അത്ര തന്നെ അങ്ങോട്ട് ചെയ്യട്ടെ എന്ന് വിചാരിക്കാനുള്ള ബുദ്ധിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പ്രതികാരം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതിര് കവിഞ്ഞു പോകും. കാരണം നമ്മൾ അവിടെ ദേഷ്യം തീർക്കണം, ഒരിക്കലും നമ്മൾ ഡിഫെൻഡ് ചെയ്യല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല യുദ്ധം ചെയ്യുമ്പോൾ പോലും ഡിഫെൻഡ് ചെയ്യാൻ, സ്വയം സംരക്ഷിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യാൻ പറഞ്ഞത്. ഇങ്ങോട്ട് ചെയ്തത് മാത്രം അങ്ങോട്ട് ചെയ്യാം.
അപ്പം അങ്ങോട്ട് നമ്മൾ ചെയ്യുമ്പം അതിര് കവിഞ്ഞു പോകുമ്പോൾ നമ്മൾ ആരായി? അതിര് കവിഞ്ഞവരായി, അനീതി കാണിക്കുന്നവരായി, ഉൽമ ചെയ്തവരായി. അപ്പൊ ആരൊക്കെ ശിക്ഷ അർഹിക്കുന്നത്? നമുക്ക് ശിക്ഷയുണ്ടോ? ഉണ്ട്. നമ്മളെ ഇങ്ങോട്ട് ഒരാൾ ഉപദ്രവിച്ചതിന്റെ പേരിൽ നമ്മൾ ശിക്ഷ വാങ്ങാം. സുബ്ഹാനല്ലാഹ്. ഇങ്ങോട്ട് ഉപദ്രവിച്ച ആൾക്ക് എന്തായാലും ശിക്ഷയുണ്ട് കേട്ടോ, അതില്ലാന്ന് വിചാരിക്കണ്ട. പക്ഷെ ഇങ്ങോട്ട് അയാൾ ഉപദ്രവിച്ചതിന്റെ പേരിൽ നമ്മൾ ശിക്ഷ വാങ്ങുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ചൊക്കെ. എങ്ങനെയാ നമ്മൾ ശിക്ഷ വാങ്ങുന്നത്? നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിര് കവിഞ്ഞു പോയിട്ട് കണക്ക് പോലെ അല്ലാണ്ടായിട്ട് സുബ്ഹാനല്ലാഹ്, വെറുതെ ഇരിക്കുന്ന നമ്മൾ പോയി ശിക്ഷ വാങ്ങുന്ന പോലെയാണ്. ഓക്കെ. അപ്പൊ നമ്മളെ അടുത്ത് ആരെങ്കിലും ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും രീതിയിൽ അതിക്രമം നമ്മളെ അടുത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ തിരിച്ച് നമ്മൾ ചെയ്യുമ്പം എക്സാക്ട്ലി സെയിം അതേപോലെയാണ് അല്ലെ? കൊലപാതകത്തിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, കൊന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊല്ലലാണ്. അതല്ലാതെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുള്ള കാര്യം എന്താണ്? തിരിച്ച് കൊല്ലാം. അതേപോലെ അവിടെയും ഈവൻ അവിടെ പുറത്തു കൊടുക്കുമ്പോൾ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പുറത്തു കൊടുക്കുന്ന വ്യക്തി പോലും അതിര് കവിയരുത് എന്നല്ലേ? അപ്പൊ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ അതിനോട് ചേർത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, നിങ്ങൾ അറിയണം ആര്? അള്ളാഹു ആരുടെ കൂടെയാണ്? തഖ്വയുള്ളവരുടെ കൂടെ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞു വെച്ചത് എന്തിനാ? സുബ്ഹാനല്ലാഹ്. കാരണം ആൾക്കാരെ വിചാരം യുദ്ധത്തിൽ എന്തും ചെയ്യാം അല്ലെ? ഇൻ ലവ് ആൻഡ് ഇൻ വാർ എവറിത്തിങ് ഇസ് ഫെയർ. എന്തും ചെയ്യാം. സ്നേഹം, പ്രണയത്തിലും യുദ്ധത്തിലും എന്തും ചെയ്യാന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നെയുണ്ട് നമ്മുടെ നാട്ടിൽ. സുബ്ഹാനല്ലാഹ്. യുദ്ധത്തിൽ ഓരിങ്ങോട്ട് കാട്ടിക്കഴിഞ്ഞാൽ എന്തോ അങ്ങോട്ട് ചെയ്യാം എന്നൊരു ചിന്തയുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണ അത് ഫെയർ അല്ല. നിങ്ങൾ നിങ്ങളുടെ ഇച്ഛകളെ പിന്തുടരരുത്. ഏറ്റവും അല്ലെ ഹീനൽ ബഅസി, ആ ഒരു സമയത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഏറ്റവും പ്രയാസമുള്ള സമയങ്ങളിൽ പോലും, ഏറ്റവും നമ്മൾ ഇമോഷണലി അങ്ങേയറ്റം തകർന്നിരിക്കുന്ന സമയത്തിൽ പോലും, ഏറ്റവും അധികം നമ്മൾ ദേഷ്യവും പ്രതികാരവും വെറുപ്പും ഒക്കെ നമ്മളുടെ ഹൃദയത്തിലുള്ള സമയത്ത് പോലും നമ്മൾ എന്താക്കണം? നമ്മൾ കൺട്രോൾ ചെയ്യണം. എങ്ങനെയാ കൺട്രോൾ ചെയ്യാ? വത്തഖുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അല്ലെ? നമ്മള് ഒരു ആങ്ങളന്റെ പെങ്ങളുടെയും കാര്യം പറഞ്ഞപ്പം അവരങ്ങോട്ട് തോണ്ടിയിട്ട് തിരിച്ച് തോണ്ടലും കുത്തലും ചവിട്ടലും കൊടുക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിനെ ഭയപ്പെടണം അല്ലെ? തോണ്ടല് മാത്രമേ അള്ളാഹ് അനുവദിച്ചിട്ടുള്ളൂ. നുള്ളലും പിച്ചലും ചവിട്ടലും ഒന്നും അള്ളാഹ് അനുവദിച്ചിട്ടില്ല അല്ലെ? സുബ്ഹാനല്ലാഹ്. ഞാൻ വെറുതെ കുട്ടികളുടെ ഒരു ഉദാഹരണം കൊണ്ടുവന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ എടുക്കാം. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഭയം എന്താണ്? അള്ളാഹ്ക്ക് അറിയാം അവര് നമ്മളെ എത്ര ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്. അള്ളാഹ്ക്ക് അറിയാം ഞാൻ തിരിച്ച് അവരെ എത്ര ഉപദ്രവിക്കുന്നുണ്ടെന്നല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പം വത്തഖുല്ലാഹ് വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാല് തിരിച്ച് നമുക്ക് ചെയ്ത പോലെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെ, അത്രമാത്രം കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെയൊക്കെ ഒരു ചിന്ത എന്ന് വെച്ചാല് അവര് വിചാരിക്കും, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവര് വിചാരിക്കും ഇനിയും ഇനിയും നമ്മളെ ബുദ്ധിമുട്ടിക്കാന്നല്ലേ. അപ്പം അത്രമാത്രം ചെയ്താൽ പോലെ ലേശം ഒന്ന് അധികം ഒരു ഇടങ്ങേറാക്കണം, ശരിക്കും ഒരു പാഠം പഠിപ്പിക്കണം. എന്നാലേ പിന്നെ എൻ്റെ അടുത്ത് ഈ ഒരു കാര്യം കൊണ്ട്, ഈ ഒരു ഉപദ്രവം കൊണ്ട് വരാതിരിക്കുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമുക്ക് ഉണ്ടാവാറുണ്ട് അല്ലെ? അതൊരാൾ നമ്മളെ അടിച്ചു കഴിഞ്ഞാല് തിരിച്ചൊരു 4 കൊടുത്താലേ പിന്നെ എൻ്റെ നേരെ അവര് കൈ പൊക്കാതിരിക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവരെ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള ചിന്തയോട് കൂടിയാണ് പലപ്പോഴും നമ്മൾ പ്രതികാരങ്ങൾ ചെയ്യാറ് അല്ലെ? സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാഹു എന്താ പറയുന്നത്? വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതിര് കവിയരുത്. മാത്രമല്ല വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അള്ളാഹുവിന്റെ സഹായം ആരുടെ കൂടെയാണ്? തഖ്വയുള്ളവരുടെ കൂടെ തന്നെയാണ്. കൂടെ മാത്രമേ ഉള്ളൂ അല്ലെ? അതുകൊണ്ട് അതിര് കവിയുന്നവരുടെ കൂടെ, അനീതി കാണിക്കുന്നവരുടെ കൂടെ അള്ളാഹു ഇല്ല. അങ്ങനെയുള്ള ആളുകൾ, അനീതി കാണിച്ചവര് യൗമൽ ഖിയാമയിൽ ഇരുട്ടിലായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഈ ലോകത്തും അള്ളാഹു അവരുടെ കൂടെ ഉണ്ടാവൂല, അവർക്ക് വിജയം ഉണ്ടാവൂല. സുബ്ഹാനല്ലാഹ്. പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, ഒരു ഗവൺമെന്റ് പോലും ഒരു അവിശ്വാസ സമൂഹമായിട്ടുള്ള ഒരു ഗവൺമെന്റും, ആ ഗവൺമെന്റിൽ ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ ഒരു ജനതയും പോലും, അവര് പോലും എന്താണ് ജീവിക്കും, അവര് അനീതി കാണിക്കാത്ത ആളുകളാണെങ്കിൽ, അതിക്രമം കാണിക്കാത്ത ആളുകളാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമയം ഇട്ട് കൊടുക്കും, അവസരങ്ങൾ ഇട്ട് കൊടുക്കും. സുബ്ഹാനല്ലാഹ്. പക്ഷെ അവര് അനീതി കാണിക്കുന്ന ആളുകളാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സർവൈവ് ചെയ്യാൻ അനുവദിക്കില്ല. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തായാലും പിടിക്കും.
ഈവൻ നമ്മൾ നമ്മുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴും പല പല ഭരണാധികാരികളും അമുസ്ലിങ്ങളാണെങ്കിൽ പോലും ഇസ്ലാം സ്വീകരിക്കാത്തവരാണെങ്കിൽ പോലും അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല വെറുതെ വിട്ടിട്ടുണ്ട്, അവര് അക്രമം കാണിക്കാത്തിടത്തോളം കാലം. പക്ഷേ എന്ന് അവർ സ്വേച്ഛാധിപത്യവും അവരുടെ ജനതയോടുള്ള അതിക്രമവും കാണിച്ചു തുടങ്ങിയോ അന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ നശിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ സഹായം ഈ ഭൂമിയിൽ ആരുടെ കൂടെയാണ്? വത്തഖുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കുന്നവരെ, വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരുടെ കൂടെയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ദീനിന്റെ കാര്യത്തിലെ മുമ്പേ യുദ്ധം അനുവദിച്ച സമയത്ത് നമ്മളടുത്ത് എന്താ പറഞ്ഞത്? അള്ളാഹ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ യുദ്ധം ചെയ്യുക. സുബ്ഹാനല്ലാഹ് അല്ലെ, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ യുദ്ധം ചെയ്യുക. അതായത് ഒരു വ്യക്തി ദീനിന്റെ പേരിൽ ആ വ്യക്തിനെ അറ്റാക്ക് ചെയ്യപ്പെട്ടാൽ അവൻ തിരിച്ചടിക്കാം. പക്ഷേ സപ്പോസ് ഒരാൾ ദീനിന്റെ പേരിലല്ല, അയാൾ ഉപദ്രവിക്കപ്പെട്ടു, അയാളെ കയ്യോ കാലോ ആരെങ്കിലും വെട്ടി, അയാളെ കൊലപാതകം ചെയ്തു, അപ്പം അവന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റൂലേ? അവന് സ്വയം സംരക്ഷിക്കാൻ പറ്റൂലേ? ഓഫ് കോഴ്സ് അല്ലേ. കാരണം അതുകൊണ്ടാണ് നമ്മളടുത്ത് ഖിസാസിന്റെ നിയമത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു വ്യക്തി കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്ലാമിന്റെ പേരിൽ കൊന്നത് എന്നല്ല അവിടെ പറഞ്ഞത് അല്ലേ. ഒരു വ്യക്തി വേറെ ആളെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? ഖിസാസ് ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇസ്ലാമിന്റെ പേരിൽ മാത്രമല്ല, അല്ലാത്ത രീതിയിൽ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ ഉപദ്രവിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഖിസാസിന്റെ നിയമങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അല്ലെ, അവയവങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ എന്താണ്? ഖിസാസ് അനുവദനീയമാണ്. സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തിരിച്ചടിക്കൽ അനുവദനീയമാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ എത്രത്തോളമാണ് തിരിച്ചടിക്കുക? എത്രത്തോളമാണോ ഇങ്ങോട്ട് ചെയ്യപ്പെട്ടത് അത്രയും അങ്ങോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ ചെറിയ ലെവലിൽ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ അവരെ ഒരു തോണ്ടലാണെങ്കിൽ തിരിച്ച് തോണ്ടലേ അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചിട്ടുള്ളൂ അല്ലെ. അതുമുതൽ വളരെ വലിയ അവസ്ഥ വരെ, അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളാണെങ്കിൽ പോലും അങ്ങോട്ട് കൊടുത്തതേ ഇങ്ങോട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അത് തിരിച്ച് ചെയ്യുന്നവൻ അതിര് കവിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്തവൻ എന്തായാലും ശിക്ഷക്ക് അർഹനാണ്. തിരിച്ച് ചെയ്തവനും, അതായത് ഉപദ്രവിക്കപ്പെട്ടവൻ പോലും ശിക്ഷയ്ക്ക് ഇരയാവാനുള്ള കാരണമാവും. അതുകൊണ്ട് നമ്മൾ ആ നിയമം എപ്പോഴും ഓർക്കണം. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സഹായം വേണമെന്നുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സഹായം വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അത്രത്തോളം ഒരു വ്യക്തി അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കുന്നുവോ അവൻ അള്ളാഹുവിൽ നിന്നുള്ള സഹായം കിട്ടും. അള്ളാഹു അവന്റെ കാര്യം നോക്കിക്കോളും. പക്ഷെ അവൻ തിരിച്ചടിക്കുമ്പം അള്ളാഹുവിനെ കാണുന്നില്ല, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇതാണോ പണി, അല്ലെങ്കിൽ എന്നെ അടിച്ചതല്ലേ, ഞാൻ എനിക്ക് തോന്നുന്ന പോലെ തിരിച്ചടിക്കും എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാല് അള്ളാഹു എന്താകും? അവന്റെ കാര്യം അള്ളാഹു അങ്ങ് മറന്നേക്കും. അള്ളാഹു അവന്റെ കൂടെ ഇല്ലല്ലേ. അള്ളാഹു ആരുടെ കൂടെയാണുള്ളത്? ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഫദ്കുറൂനി അദ്കുറുക്കും പഠിച്ചിരുന്നു അല്ലെ. നമ്മൾ അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാല് അള്ളാഹു നമ്മളെ ഓർക്കും. പക്ഷെ നമ്മൾ അള്ളാഹുവിനെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് എന്താക്കും? അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഇഗ്നോർ ചെയ്യും. അള്ളാഹു നമുക്ക് തന്ന നിയമങ്ങൾ നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു നമ്മളെ സഹായിക്കൂല. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെ, പലപ്പോഴും കുടുംബത്തിലെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആളുകൾ എപ്പോഴും അത് സ്വന്തം കയ്യിലെടുത്തിട്ട് അല്ലെ, ആ പ്രശ്നത്തിനെ സ്വന്തം കയ്യിലെടുത്തിട്ട് ഓപ്പോസിറ്റ് വ്യക്തിക്കെതിരെ ട്രാൻസ്ഗ്രസ് ചെയ്യും, അതിര് കവിയും. സുബ്ഹാനല്ലാഹ്. ഇങ്ങോട്ട് ചെയ്തതിനേക്കാൾ ഒരു രണ്ടെണ്ണം അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാലേ സമാധാനമാണല്ലോ. മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഇങ്ങോട്ട് തടഞ്ഞതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് തടഞ്ഞാലേ സമാധാനമാവുള്ളൂ. കാരണം അപ്രകാരം കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവര് വീണ്ടും എന്നെ തൊടാൻ വരും. അപ്പൊ എന്നെ ഇനി മേലാ തൊടാതിരിക്കണമെങ്കിൽ നല്ലൊരു പാഠം പഠിപ്പിക്കണം അല്ലെ. അതിനുവേണ്ടി ഏതറ്റം വരെയും പോവണം. അതൊരു അല്ലെ, കോടതിയിൽ വരെ എത്തിക്കഴിഞ്ഞാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെയാണ് ഇന്നത്തെ കാലത്ത് നാട്ടിലെ പല കാര്യങ്ങളും പോണത് അല്ലെ. സ്വന്തം കുടുംബത്തിനെതിരെ ഏതറ്റം വരെയും പോയി അവരെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങുള്ളൂ. നമ്മൾ എന്താ ഓർക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വതആല കാണുന്നുണ്ട്. ഇത് ഒരു പരീക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ, അള്ളാഹ്ക്ക് തൃപ്തിയുള്ള രീതിയിൽ നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ സഹായിക്കും. സുബ്ഹാനല്ലാഹ്. ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് അയാളുടെ ഒരു കുടുംബ ബന്ധത്തെ കാര്യം പറയായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഞാൻ എന്റെ ബന്ധുക്കളുമായിട്ട് എത്ര നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടും അവരെന്നെ അടുപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെന്നെ കട്ട് ഓഫ് ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. അവര് നല്ല ബന്ധം എന്നോട് സ്ഥാപിക്കുന്നേ ഇല്ല. ഞാൻ എത്രത്തോളം നന്നാക്കുന്നു അത്രത്തോളം അവർ എൻ്റെ അടുത്ത് മോശമായിട്ടേ പെരുമാറുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ചെയ്യുന്ന നന്മ
നീ ചെയ്തുകൊണ്ടേയിരിക്കുക. നീ അവരുടെ അടുത്ത് നല്ല രീതിയിൽ അവരുമായിട്ടുള്ള ബന്ധം, അവർ നിന്നെ ഇങ്ങോട്ട് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അവരുമായിട്ടുള്ള ബന്ധം നീ സ്ഥാപിച്ചുകൊണ്ടേയിരിക്കുക. അത് ചെയ്യുന്നിടത്തോളം കാലം എന്താണ്, നീ അവരുടെ വായില് എന്താണ് ചാരം നിറയ്ക്കുന്നത് പോലെയാണ്. അതായത് അവരെ മേലെ നിന്റെ കൈ എപ്പോഴും ഉണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായം അവർക്കെതിൽ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പൊ എവിടെയാണെങ്കിലും, അത് ജോലി സ്ഥലത്താണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും, ഒരു സിറ്റുവേഷൻ, ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത്, ഒരു പ്രശ്നമുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത്, ശരിയാണ് നമുക്ക് അനുവദനീയതയുണ്ട്, പക്ഷേ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയെ പേടിക്കണം. പ്രതികരിക്കാനുള്ള അനുവദനീയത എന്താണ്? കറക്റ്റ് ഈക്വലിനേ ഉള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല. അപ്പൊ അവരിങ്ങോട്ട് ചെയ്ത് അവർ ശിക്ഷ വാങ്ങുന്നതിനേക്കാൾ നമ്മൾ അങ്ങോട്ട് ചെയ്ത് ശിക്ഷ വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മളുടെ കൂടെ ഉണ്ടാവും, അള്ളാഹു നമ്മളെ കൈവെടിയില്ല. സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു ഹദീസിനകത്ത് വമാ തവാദഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹു അല്ലാഹ്. ആര് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി സ്വയം താഴുന്നുവോ അള്ളാഹു അവനെ ഉയർത്തും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അവനെ ഉയർത്തും. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് അല്ലെ, അവരിങ്ങോട്ട് ചെയ്തത് അങ്ങോട്ട്, അതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിനേക്കാളും വലിയ ശിക്ഷ അവർക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിന് ശരിയായ രീതിയിൽ പ്രതികാരം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവരൊരു പാഠം പഠിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാനൊരു കുറഞ്ഞ ആളായി പോകും അല്ലെ, ഞാനൊന്ന് ഇല്ലാണ്ടായി പോകും നമുക്ക് തോന്നാറുണ്ട്. വേണ്ട, നമ്മൾ ഒരിക്കലും കുറഞ്ഞു പോകില്ല. കാരണം നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി താഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു ആണ് നമ്മളുടെ സ്ഥാനം ഉയർത്തുന്നത്. അള്ളാഹു ഉയർത്തുന്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യന്മാർക്ക് നമ്മൾ എത്ര ഉയർത്തി കഴിഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു തആല ഉയർത്തുന്ന അത്രയും ഉയർത്താൻ പറ്റൂല. അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ താഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹു സ്ഥാനം ഉയർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ കണക്കിലും പരിധിയിലും ഒന്നും പെടുന്ന പോലെയല്ല, നമുക്ക് ഇമാജിൻ പോലും ചെയ്യാത്ത രീതിയിൽ നമ്മളെ ഉയർത്താൻ റബ്ബിന് സാധിക്കും. സുബ്ഹാനല്ലാഹ്. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. സുബ്ഹാനല്ലാഹ്. ഒരുപാട് പാഠങ്ങൾ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഉൾക്കൊള്ളാനുണ്ട് അല്ലെ. യുദ്ധത്തെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ പോലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെയുള്ള ലെസൺസ് ഉള്ള ഒരു ആയത്ത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിലേക്ക് പോവാം. 195 വഅൻഫിഖൂ ഫീ സബീലില്ലാഹ് വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവ് ചെയ്യുക, പിശുക്കും ഉദാസീനതയും മൂലം നിങ്ങളുടെ കൈകളെ നിങ്ങൾ തന്നെ നാശത്തിൽ തള്ളിക്കളയരുത്. നിങ്ങൾ നല്ലത് പ്രവർത്തിക്കുക, നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. വഅൻഫിഖൂ നൂൻ ഫാഖ, ചെലവഴിക്കുക. ചെലവഴിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ് അല്ലെ. അൻഫിഖു പ്ലൂറൽ കൽപ്പനയാണ്, നിങ്ങളോട് പറയുന്നത് കൊണ്ടാണ് അൻഫിഖു. ഫീ സബീൽ മാർഗത്തിൽ, അള്ളാഹുവിന്റെ. വലാ തുൽഖു നിങ്ങൾ ഇടാതിരിക്കുകയും ചെയ്യുക. ഇവിടെ റൂട്ട് മറന്നുപോയതാണ് കേട്ടോ. ബി ഐദീക്കും നിങ്ങളുടെ കൈകളെ, ഇലത്തഹ്ലുക നാശത്തിലേക്ക്, ഹ ലാം കാഫ്. വ അഹ്സിനു നിങ്ങൾ നന്മ പ്രവർത്തിക്കുകയും ചെയ്യുക, ഹസീനൂൻ. ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു യുഹിബ്ബു ഇഷ്ടപ്പെടുന്നു, അൽ മുഹ്സിനീൻ നന്മ പ്രവർത്തിക്കുന്ന, അതായത് ഹസൻ ഇഹ്സാൻ പ്രവർത്തിക്കുന്നവരെ. യുഹിബ്ബു ഹബബ. തഫ്സീർ നോക്കാം. വ അൻഫിഖു നിങ്ങൾ ചെലവഴിക്കുവിൻ, ഇൻഫാഖ് നൂൻ ഫ ഖാഫ് ചെലവഴിക്കുക. മുസ്ലിങ്ങളെ നിങ്ങൾ ചെലവഴിക്കുക. എന്ത്? ഫീ സബീലില്ലാഹ് അള്ളാഹുവിന്റെ മാർഗത്തിൽ. ഓക്കെ, എന്താണ് ചെലവഴിക്കേണ്ടത് അതിലേക്ക് നമുക്ക് പോവാം. അതിനു മുമ്പ് എന്താണ് ഫീ സബീലില്ലാഹ്? ഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കർത്ഥം നമുക്കറിയാം അല്ലെ, അള്ളാഹുവിന്റെ വഴിയിൽ. സബീൽ എന്ന് പറഞ്ഞാൽ വഴിയാണ്, മാർഗമാണ് അല്ലെ. അപ്പം അള്ളാഹുവിന്റെ വഴിയിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താക്കും? അത് നമ്മളെ അള്ളാഹുവിലേക്ക് എത്തിക്കും അല്ലെ. നമ്മളെ അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന വഴിയാണ് അള്ളാഹുവിന്റെ വഴി. അപ്പം എന്താണ് അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന വഴി? അള്ളാഹിന്റെ തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യാല്ലേ, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുക, ഇഖ്ലാസോട് കൂടി. നമ്മൾ എന്ത് സ്പെൻഡ് ചെയ്യുമ്പോഴും അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കുക. സുബ്ഹാനല്ലാഹ്. നിയ്യത്ത് കറക്റ്റ് ആയിരിക്കുക, അള്ളാഹിന്റെ തൃപ്തിക്കായിരിക്കുക. അല്ലാതെ റിയാഇന് വേണ്ടി അല്ലെ, കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആൾക്കാരെ നന്ദി കിട്ടാൻ വേണ്ടിയിട്ട്, ആൾക്കാരെ പ്രശംസ കിട്ടാൻ വേണ്ടി ആവാതിരിക്കുക, അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി ആയിരിക്കാം. വേറെന്താണ് ഫീ സബീലില്ലാഹ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? അപ്പൊ നമ്മള് അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി തന്നെ എന്തെങ്കിലും ചെലവഴിക്കാന്ന് വിചാരിക്കേ. ഓക്കെ, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, അതെനിക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ സ്പെൻഡ് ചെയ്യണം, അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. എവിടെയാണ് ഞാനത് സ്പെൻഡ് ചെയ്യേണ്ടത്? ആർക്കാണ് ഞാനത് കൊടുക്കേണ്ടത്? എങ്ങനെയാണ്? അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾക്ക് അല്ലെ. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞു അള്ളാഹിന്റെ തൃപ്തിക്ക്, അള്ളാഹ്ക്ക് വേണ്ടി ആയിരിക്കുക. രണ്ട്, അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾക്കായിരിക്കുക. ഓക്കെ,
ആർക്കൊക്കെയാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു പറഞ്ഞത്? പല രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ ആയത്തുൽ ബിർറിൽ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ആത്തൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീന വബ്നസ് സബീലി വസ്സായിലീന വഫിർ റിഖാബ് അല്ലേ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുപോലെ നമ്മളുടെ അടുത്ത് പല കോഴ്സസ് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യം അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കുക സ്പെൻഡ് ചെയ്യുന്നത്, അള്ളാഹിന്റെ വജഹ് ഉദ്ദേശിച്ച് അള്ളാഹിന്റെ തൃപ്തി ഉദ്ദേശിച്ചായിരിക്കുക, എന്നിട്ട് അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾക്കായിരിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാര്യങ്ങളാണ് അല്ലെ. ഇതിന്റെ കൂടെ ഫീ സബീലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫീ സബീലില്ല എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? അള്ളാഹിന്റെ ദീനാണ് അല്ലെ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ആയിരിക്കുക. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ദീൻ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതമാണ് അല്ലെ. ജീവിക്കുന്ന രീതിയാണ്, നമ്മുടെ വഴിയാണ് നമ്മളുടെ ദീൻ. അത് നമ്മുടെ ദീനാണ് നമ്മളെ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് ആക്കുന്നത്. ഓക്കെ. അപ്പം നമ്മളോട് ജീവിക്കാൻ പറഞ്ഞ രീതി എന്ന് പറയുന്നത്, നമ്മളോട് ജീവിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കാൻ പറഞ്ഞ വഴി എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ദീനാണ്. അപ്പം ഇൻഫാഖ് ഫീ സബീലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹിന്റെ ദീനിന് വേണ്ടിയിട്ട് ചെലവഴിക്കുക. സുബ്ഹാനല്ലാഹ്. ദീനിന് വേണ്ടി ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ചെലവഴിക്കാൻ പറ്റുക? ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇപ്പൊ ഒരു ഉദാഹരണം എടുത്താൽ നമ്മൾ ഹജ്ജിന് പോവാം അല്ലെങ്കിൽ ഉംറക്ക് പോവാം. ഓക്കെ. അത് നമ്മളുടെ ദീനില് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുള്ള റൂളുകളാണ് അല്ലെ. നമ്മളെ ഹജ്ജ് നമുക്ക് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടുമുള്ള അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മേലെ ബാധ്യതയാണ്. അപ്പം നമ്മളുടെ ദീൻ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുന്നതിന് ഒരു ഉദാഹരണമാണ് എന്ത്? ഹജ്ജിന് വേണ്ടിയിട്ടോ ഉംറക്ക് വേണ്ടിയിട്ടോ അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കല്. പിന്നെ ഫീ സബീലില്ല എന്ന് പറയുമ്പോൾ ദീനിന്റെ കാര്യത്തിൽ അടുത്ത ഒരു ഇത് വരുന്നത് ദീനിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ദീനിനെ എന്താണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. ആൾക്കാർക്ക് ദീൻ പഠിക്കണം, അവരെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു അമുസ്ലിമിനെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഖുർആനും സുന്നത്തും ആൾക്കാർക്ക് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഏതൊക്കെ രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമല്ലേ. ചിലപ്പോൾ അവർക്ക് ബുക്കുകൾ വാങ്ങി കൊടുത്തിട്ട്, അത് ഒരുപക്ഷെ അവർക്ക് ബുക്ക് വാങ്ങാനുള്ള കഴിവില്ലാഞ്ഞിട്ടായിരിക്കില്ല, പക്ഷേ നമ്മൾ ദീൻ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് ബുക്കുകളോ സീഡികളോ എന്താണെന്ന് വെച്ചാൽ ഏത് രീതിയിലാണോ ഇന്നത്തെ കാലത്ത് നമുക്കത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കോഴ്സിനെ അല്ലെ സ്പോൺസർ ചെയ്ത് കൊടുക്കുന്നതോ, അങ്ങനെ ഏത് രീതിയിലും നമുക്കത് ചെയ്യാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പം അതുവഴി അവർ ദീൻ പഠിക്കുന്ന ഓരോ വാക്കുകളും ഇനി അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാലും അത് അവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാലും ഒക്കെ ആർക്കാണ് അതിന്റെ ഒരു അജറിന്റെ ഒരു ഷെയർ കിട്ടുന്നത്? നമുക്കും കിട്ടും അല്ലെ. അപ്പം ദീൻ അപ്ലൈ ചെയ്യാം, ദീൻ പ്രൊമോട്ട് ചെയ്യുക, ദീൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. 3, ദീനിനെ ഡിഫെൻഡ് ചെയ്യുക, ദീനിനെ സംരക്ഷിക്കുക. സുബ്ഹാനല്ലാഹ്. കാരണം പ്രത്യേകിച്ച് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അൻഫിഖു ഫീ സബീലില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എന്താണ്? യുദ്ധത്തിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലെ. യുദ്ധം എന്തിനു വേണ്ടിയിട്ടാണ്? ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പണത്തിന്റെ ചെലവുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മുസ്ലിങ്ങളെല്ലാം ആ സമയത്ത് യുദ്ധത്തിന് പോയ സമയത്ത് ഒരുപാട് ചെലവുണ്ടല്ലേ. യുദ്ധം എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങോട്ട് ഇറങ്ങി നമ്മൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും റെഡിയായാൽ പോരാ. പല രീതിയിലുള്ള ചെലവുകൾ ഉണ്ടല്ലേ. യുദ്ധത്തിന്റെ സാമഗ്രികൾ, യുദ്ധത്തിന്റെ ആയുധങ്ങൾ, കുതിര പോലെയുള്ള വാഹനങ്ങൾ, അവരുടെ ഭക്ഷണം അല്ലെ, അവരുടെ അക്കോമഡേഷൻ, അത് അവർക്ക് ആ സമയത്ത് വേണ്ട ഒരുപാട്, ചിലപ്പം ചികിത്സ, അതുപോലുള്ള പല കാര്യങ്ങൾക്കും അവർക്ക് ചെലവുണ്ട്. അപ്പം എങ്ങനെയാണ് അവർ ഇതിനുള്ള പൈസ കണ്ടെത്തിയത്? അവർ തന്നെ പരസ്പരം സ്പോൺസർ ചെയ്യുമായിരുന്നു അല്ലെ. അവർ തന്നെ അവരുടെ കയ്യിലുള്ളതൊക്കെ എടുത്ത് ചെലവാക്കുമായിരുന്നു. ഒരുപാട് ധനമുള്ള സഹാബാക്കള് അവരുടെ കയ്യിലുള്ളതിന് ഒരുപാട് എടുത്തിട്ട് ചെലവാക്കുമായിരുന്നു. ഭക്ഷണത്തിന് വേണ്ടിയിട്ടും അല്ലെ, മൃഗങ്ങളെ അവരുടെ സഞ്ചാരത്തിനുള്ള മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും ആയുധങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ അവർ തന്നെ അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ചെലവാക്കുമായിരുന്നു. അപ്പം ഇൻഫാക്ട് ഫീ സബീലില്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിന് വേണ്ടിയുള്ള ചെലവഴിക്കല് നമ്മൾ പറഞ്ഞു 3 രീതിയിലാണ്. ഒന്ന്, ദീൻ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. 2, ദീനിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. 3, ദീനിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റു ആളുകളെ ദീനിനെ കുറിച്ച് അറിയിപ്പിക്കാൻ അല്ലെങ്കിൽ ദീനിനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് അൻഫിഖു ഫീ സബീലില്ല, നിങ്ങളുടെ കയ്യിലുള്ള പണം നിങ്ങൾ എന്തിനാ ചെലവഴിക്കേണ്ടത്? സുബ്ഹാനല്ലാഹ്. നമ്മൾ എന്തിനാ ചെലവഴിക്കാറ്? നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മളുടെ ഭക്ഷണങ്ങള്, നമ്മളുടെ താമസ സ്ഥലം, നമ്മളുടെ വസ്ത്രം, സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കും. ഇനി
അതല്ലാതെ നമ്മൾ എന്തിനാ ചെലവഴിക്കുക? നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കില്ലേ? നമ്മളെ വീടുകള്, ഇനി വീട് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാലും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മതിലും സെക്യൂരിറ്റിയും ക്യാമറയും അതുപോലെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കും. അതേപോലെ ഹോസ്പിറ്റൽ എക്സ്പെൻസസ് അല്ലെ, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കും. പിന്നെ നമ്മളുടെ ജീവിതം അഡ്വാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പുരോഗമിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കാറുണ്ട് അല്ലേ? കാറുകൾ വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീടുകൾ തന്നെ വീണ്ടും വീണ്ടും പുതുക്കി പണിത് മോഡേൺ ആക്കാറുണ്ട്. കാറുകൾ വാങ്ങി കഴിഞ്ഞാലും അത് മാറ്റും അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ, നമ്മൾ വീട്ടിനകത്തും കിച്ചണിനകത്തൊക്കെ ഉപയോഗിക്കുന്ന സാമഗ്രികളൊക്കെ സമയം ആവുമ്പോൾ അതിന്റെ മോഡേൺ വരുമ്പോൾ നമ്മൾ അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കും. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും ചെലവഴിക്കാറുണ്ട് അല്ലെ? കാരണം നമുക്ക് ഭാവിയിൽ പ്രായമാവുന്ന സമയത്ത് നമുക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ബിസിനസ്സുകളിലോ അല്ലാതെയോ ആ ഒരു സമയത്ത് നമുക്ക് അന്നത്തെ ആവശ്യത്തിനുള്ള പൈസ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആ സമയത്തുള്ള ചികിത്സക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെ? ഇപ്പം പിന്നെ നമ്മുടെ ആരോഗ്യം തന്നെ ആണെങ്കിലും ഞാൻ പറഞ്ഞു, ആരോഗ്യത്തിന്റെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ചെലവ് നമ്മൾ ചെയ്യും. പ്ലസ് നമ്മളെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ജിമ്മ് പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള നല്ല ഭക്ഷണങ്ങൾ കാര്യങ്ങൾ അല്ലെ, നമ്മൾ സാധാരണ കഴിക്കുന്ന വിശപ്പടക്കം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പുറമെ ഈ പറഞ്ഞ പോലെ വല്ല ഡ്രൈ ഫ്രൂട്ട്സ്, ഡേറ്റ്സ് അങ്ങനെ കണ്ട നല്ല സാധനങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കും. അപ്പം നമ്മളുടെ സ്പെൻഡിങ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങൾ അല്ലെ, ബേസിക് നീഡ്സിൽ വരാം. സംരക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കാറുണ്ട് അല്ലെ, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, പിന്നെ അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്നുണ്ട് അല്ലെ. അതായത് പുരോഗമനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഭാവിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയും നമ്മൾ ചെലവഴിക്കാറുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇപ്പം നമ്മുടെ മക്കൾ പഠിക്കുന്ന കാര്യമൊക്കെ ആണെങ്കിലും അവർ സ്കൂളിൽ പഠിക്കും, +1 +2 പഠിക്കും, ഡിഗ്രി പഠിക്കും, അതിന്റെ മേലെ വല്ല സർട്ടിഫിക്കേഷൻ മാസ്റ്റേഴ്സ് എടുക്കും അല്ലെ. അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും അഡ്വാൻസ് ആയിട്ടും ഒക്കെ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കും നമ്മുടെ കുടുംബത്തിൽ. കാരണം എന്തുകൊണ്ടാ, ഇതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മളും നമ്മളുടെ ജീവിതങ്ങളും നമ്മളുടെ കുടുംബങ്ങളും നമ്മളുടെ മക്കളും ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിന്റെ മേലേക്ക് നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ അത്യാവശ്യങ്ങൾ നിറവേറാൻ മാത്രമല്ല അല്ലെ, ജസ്റ്റ് ഭക്ഷണത്തിനും വസ്ത്രത്തിനും വീടിനും വേണ്ടി മാത്രമല്ല നമ്മൾ ചെലവഴിക്കുക. നമ്മൾ അത് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദീൻ ഒരു വ്യക്തിക്ക് ഇമ്പോർട്ടന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പേഴ്സണൽ അഫെയർ ആയിട്ട് മാറും. ആ വ്യക്തി എപ്രകാരം അവന്റെ ആവശ്യങ്ങളും അവന്റെ അഡ്വാൻസ്മെന്റും അവന്റെ ഗ്രോത്തിനും അവന്റെ പ്രൊട്ടക്ഷനും പ്രിസർവേഷനും വേണ്ടിയിട്ട് അവൻ ചെലവഴിക്കുന്നു, അവന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നു, അതേപോലെ അവന്റെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദീൻ അവൻ ഇമ്പോർട്ടന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അതേപോലെ ചെലവഴിക്കും. അവന്റെ മക്കളെ കുറിച്ച്, അവന്റെ കുടുംബത്തെ കുറിച്ച് അവൻ എത്രത്തോളം കൺസേൺഡ് ആണോ, എത്രത്തോളം ഇത്തരം അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നു, അതേപോലെ അവൻ ദീനിന് വേണ്ടി ചെലവഴിക്കും. അല്ലാതെ ഞാനല്ലേ കഴിഞ്ഞ മാസം കൊടുത്തത്, ആ പള്ളിയിൽ എപ്പോഴും പിരിവാ, കഴിഞ്ഞ മാസം 250 കൊടുത്തണേ, ഇനി ഒരു 5-6 മാസത്തേക്ക് ഞാൻ കൊടുക്കൂല അല്ലെ. അതൊക്കെ തന്നെ കുറച്ച് അധികമാണ്, 250 അല്ലെങ്കിൽ 500 കൊടുത്തിന്, ഇനി ആ പള്ളിയിൽ പിരിവ് കൊടുക്കരുത്. ഇതെന്ത് പിരിവാ, സുബ്ഹാനല്ലാഹ് അല്ലെ. കാരണം അത് പേഴ്സണൽ അഫെയർ ആയിട്ടില്ല പള്ളിയും ദീനും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, അങ്ങനെയാണോ നമ്മൾ നമ്മളെ കാര്യത്തിൽ ചെയ്യുന്നത്? ഞാൻ 2 മാസം മുമ്പ് ആ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വീട്ടിലേക്കുള്ള എല്ലാ സാധനവും ഞാൻ വാങ്ങിയാണ്, ഇനി ഒരു 3-4 മാസത്തേക്ക് ഒരു പലചരക്കും ഇവിടെ വാങ്ങുന്നതല്ല. നടക്കുവോ നമ്മളെ വീട്ടില്? സുബ്ഹാനല്ലാഹ്, നടക്കുവോ? ഒരിക്കലും നടക്കൂല അല്ലെ. അല്ലെങ്കിൽ ഞാനിതാ ഈ മാസം ഹോസ്പിറ്റലിൽ പോയിനെ, ഇനി 5 കൊല്ലത്തേക്ക് ഇവിടെ ഒരാൾക്കും ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം ഇവിടെ ഉണ്ടാവാൻ പോണില്ല, ഉണ്ടെങ്കിലും നമ്മൾ പോവില്ല, അതൊക്കെ ഒരു അനാവശ്യമാണ്. ആരെങ്കിലും പറയോ? അല്ലെങ്കിൽ കഴിഞ്ഞ പെരുന്നാളിന് ഒരു അബായ വാങ്ങിന്, ഇനി 2 കൊല്ലത്തേക്ക് അബായ ഞാൻ വാങ്ങൂല, പറയോ? അല്ലെങ്കിൽ പറയാ, ഞാൻ 12 കൊല്ലാണല്ലേ മോനെ സ്കൂളിൽ പഠിച്ചത്, ഇനി മതി 12 കൊല്ലം 10th +2 ഇനി അതിന്റെ കൂടെ LKG UKG ഒക്കെ ആയിട്ട് എത്രയാ ഞാൻ സ്റ്റേഷനറിയും ബുക്കും ഫീസും ആയിട്ട് ചെലവാക്കിയത്, ഇനി നീ കോളേജ് പോകുന്ന കാര്യം പറഞ്ഞിങ്ങോട്ട് വരല്ലേ, നടക്കൂല, അത്യാവശ്യത്തിലധികം ഞാൻ സ്പെൻഡ് ചെയ്തു, പറയോ? ഇനി അതും പോട്ടെ, ഒരു മൂത്ത മോനെ നല്ല രീതിയിൽ പഠിപ്പിച്ചു, അവൻ മാസ്റ്റേഴ്സ് ഒക്കെ എടുത്ത് അവൻ ജോലിയിൽ കയറി. രണ്ടാമത്തെ മോന്റെ അടുത്ത് പറയാ, എന്നെ കൊണ്ട് ഇനി പറ്റൂല, ഞാൻ കുറെ മൂത്ത മോന് വേണ്ടി ചെലവാക്കി പോയി, ഇനി ഇതിന് എനിക്ക് ചെലവാക്കാൻ പറ്റൂല,
പറയോ? ഇല്ലല്ലേ? വളരെ വില്ലിങ് ആയിട്ട് ഹാപ്പി ആയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യും. ഒരു കണക്കും നോക്കൂല. നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് അല്ലേ? ചിലർ കടം എടുത്തിട്ടും ലോൺ എടുത്തിട്ടും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കാരണം അവർക്കറിയാം നമ്മളുടെ മേലെ അല്ലേ? നമ്മളുടെ കാരണം ഇതൊക്കെ പേഴ്സണൽ അഫെയർ ആണ്. ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, അത് ഞാൻ പൈസ സ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ആവശ്യങ്ങൾ നടക്കൂല, ഗ്രോ ചെയ്യൂല, സർവൈവ് ചെയ്യൂല. നമുക്കറിയാം അല്ലേ? പക്ഷെ ദീനിന്റെ കാര്യത്തിലേക്ക് വരുമ്പം അത് നമുക്ക് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നമ്മൾ പറയോ കഴിഞ്ഞ മാസമല്ലേ 250 കൊടുത്തത്, ഇനി ഒരു 5-6 മാസത്തേക്ക് ആ പള്ളിയിലേക്ക് പോവുക തന്നെ വേണ്ട, അവർക്ക് വെറും പിരിവാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ എൻ്റെ സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, ഇനി സ്വതക്കയായിട്ട് ആരൊന്നും ചോദിച്ചു വന്നാൽ എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റൂല എന്ന് പറയോ? പകരം എന്ത് വിചാരിക്കും? എങ്ങനെ എനിക്ക് എന്തെങ്കിലും ചെയ്യാം, എങ്ങനെ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം അല്ലേ? എവിടെയൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റും, എവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, അൻഫിഖൂ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ദീൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഈ ദീനിന്റെ വെൽഫെയർ അല്ലേ, ഈ ദീനിന്റെ പുരോഗമനം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഈ ദീനിന്റെ പ്രൊമോഷൻ, ഈ ദീൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കല് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഈ ദീനിന്റെ പ്രിസർവേഷൻ, അതിനെ സംരക്ഷിക്കല് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പൊ നമ്മള് ദീനിനെ സംരക്ഷിക്കാന്ന് പറയല് പള്ളിയിലെ പിരിവ് കൊടുക്കല് മാത്രമാക്കി ഒതുക്കൂല. അത് മാത്രല്ല അല്ലെ? സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ ഒരു മിസ്കീനോ ഒരു യതീമോ നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നം പറഞ്ഞു വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഒരു പ്രശ്നം പറഞ്ഞു വരുമ്പോൾ അവർക്ക് കൊടുത്തത് കൊണ്ട് എല്ലാം ആയി എന്ന് പറഞ്ഞിരിക്കുന്നവരാവൂല അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മൾ ദീനിൻ്റെതായ എല്ലാ വശങ്ങളിലും എനിക്ക് എന്ത് ചെയ്യാനുണ്ട് നമ്മൾ അന്വേഷിക്കും. ഇപ്പൊ നമ്മൾ ദീൻ പഠിക്കുന്നത് പോലും അല്ലെ, പഠിക്കാൻ വരുമ്പോൾ നമുക്കുള്ള ചെലവുകൾ, ഇപ്പം അൽഹംദുലില്ലാഹ് നമുക്ക് അള്ളാന്റെ തൗഫീഖോട് കൂടി വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. അതിന് നമ്മൾ ചെലവഴിക്കുന്ന ഇന്റർനെറ്റ്, അതിനു വേണ്ടി നമ്മൾ വാങ്ങുന്ന ബുക്കുകൾ, ചില സുബ്ഹാനല്ലാഹ് എൻ്റെ സിസ്റ്റർ എടുക്ക് പറയാറുണ്ട്, നീ കുറച്ച് ബുക്ക് വാങ്ങി എനിക്ക് അയച്ചത്, ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ എന്നെ കൊണ്ട് ബുക്ക് വാങ്ങാൻ പറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ്. കാരണം അത് എഴുതി 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 ബുക്ക് അങ്ങോട്ട് തീർന്നു പോവാണ്. അപ്പം അതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സ്റ്റേഷനറി, എന്തൊരു കാര്യമാണെങ്കിലും അതൊക്കെ നമ്മൾ ദീനിന് വേണ്ടിയിട്ടുള്ള ചെലവുകളാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കുകയാണ്. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റുകൾ കൊടുക്കുന്നത്, ദീനിന്റെ മാർഗത്തിൽ ഗിഫ്റ്റുകൾ കൊടുക്കുന്നത്, ആ കൊടുക്കുന്നത് പോലും പലപ്പോഴും നമ്മൾ അവർക്ക് ഉപയോഗമുള്ള സാധനങ്ങൾ കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല പുസ്തകം അല്ലെങ്കിൽ ഒരു നല്ല കോഴ്സ് തന്നെ അവർക്ക് എൻറോൾ ചെയ്ത് കൊടുക്കുക. ഈ കോഴ്സ് നിനക്ക് ചെയ്യണം എന്ന് ആഗ്രഹമല്ലേ, ഞാൻ കൊടുക്കുക പൈസ, നീ പഠിച്ചോ. സുബ്ഹാനല്ലാഹ്. അൻഫിഖൂ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാം. വലാ തുൽഖൂ, നിങ്ങൾ എറിയരുത്. തുൽഖു ലാം ഖാഫ് യ, ലഖിയ മീറ്റ് ചെയ്യുക, ഇൽഖ എറിയ. ഓക്കെ, ലാ തുൽഖു നിങ്ങൾ എറിയരുത്, ബി ഐദീക്കും നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ. ഓക്കെ, നിങ്ങൾ എന്താണ് തള്ളിക്കളയരുത് അല്ലെങ്കിൽ നിങ്ങൾ എറിഞ്ഞു കളയരുത് എന്നാണ് പറയുന്നത്. ബി ഐദീക്കും നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ. ഐദി യതിന്റെ പ്ലൂരലാണ്. ഓക്കെ, എന്ത് എറിയരുത് എന്നാ പറയുന്നത്? ഇല, എന്തിലേക്ക് എറിയരുത് എന്നാ പറയുന്നത്? ഇല തഹ്ലുക, നാശത്തിലേക്ക്. നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ നിങ്ങളെ നാശത്തിലേക്ക് എറിഞ്ഞു കളയരുത്, തള്ളിക്കളയരുത്. എങ്ങനെയാണ് നാശത്തിലേക്ക് തള്ളിക്കളയുന്നത്? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തിൽ ചെലവഴിക്കാതെ. അത്തഹ്ലുക, റൂട്ട് ഹ ലാം കാഫ്, തഹ്ലുക ഹലാക്ക്, നാശം. 2 തരത്തിലാണ് നാശം. ഈ തരത്തിലുള്ള തഹ്ലുക്ക അല്ലെങ്കിൽ ഹലാക്ക് എന്ന് പറയുന്നത് ഹെസ്സി ആയിട്ടുള്ളതും മാനവി ആയിട്ടുള്ളതും. ഹെസ്സി എന്ന് പറഞ്ഞാൽ ഭൗതികമായ, അതായത് നമുക്ക് ടച്ച് ചെയ്തിട്ട് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള നാശങ്ങൾ. ഉദാഹരണത്തിന് അല്ലെങ്കിൽ നമുക്ക് കണ്ട് അറിയാൻ പറ്റുന്നത്, ഒരാള് സ്വയം അതായത് ആത്മഹത്യ ചെയ്യാണ്, അയാൾ സ്വയം നശിപ്പിക്കലാണ് അല്ലെ. അല്ലെങ്കിൽ നീന്താൻ അറിയാത്ത ഒരാള് വളരെ ആഴമുള്ള ഒരു നദിയിലേക്ക് എടുത്ത് ചാടുകയാണ്, സ്വയം നശിപ്പിക്കലാണ്. അല്ലെങ്കിൽ വീഴാൻ പോകുന്ന ഒരു ബിൽഡിങ്ങിന്റെ താഴെ പോയി നിൽക്കുക, അതൊക്കെ സ്വയം നശിപ്പിക്കല, അതൊക്കെ ഹെസ്സി ആയിട്ടുള്ള നാശമാണ്. മാനവി ആയിട്ടുള്ള നാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടറിയാൻ പറ്റാത്തത്. അതായത് ഒരു ഉദാഹരണത്തിന് ഒരു വ്യക്തി ഏതെങ്കിലും ഒരു കോഴ്സിൽ എൻറോൾ ചെയ്ത് ഒരു കൊല്ലം മുഴുവൻ അവൻ പഠിച്ചു, പക്ഷെ എക്സാം വന്ന സമയത്ത് അവൻ ഇല്ല, ഞാൻ എക്സാമിന് പോകണില്ല, ഞാൻ കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിക്കുക. അത് അവന്റെ നാശത്തിനാണ് അല്ലെ. ഒരു വർഷം മുഴുവൻ പഠിച്ച പൈസയും അവന്റെ അധ്വാനവും സമയവും ഒക്കെ അവൻ നശിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അത് മാനവീയായിട്ടുള്ള ഒരു നാശമാണ്. ഇനി വേറൊരു വ്യക്തി, അവൻ പഠിക്കുകയൊക്കെ ചെയ്തു, കോഴ്സ് കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി, പക്ഷെ ജോലിക്ക് പോണില്ല, മടിയായിട്ട് വീട്ടിലിരിക്കുക, ജോലി തേടുന്ന പോലും ഇല്ല. അവന് വളരാൻ പറ്റുമോ? അവന് സാമ്പത്തികം ഉണ്ടാവില്ല അല്ലെ.
എത്ര കാലം അവനും മാതാപിതാക്കളെ ചെലവിൽ ജീവിക്കും? അവന്റെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമോ? കല്യാണം കഴിക്കാൻ പറ്റുമോ? കുടുംബം നോക്കാൻ പറ്റുമോ? ഒരു വീട് വാങ്ങാൻ പറ്റുമോ? ഒരു കാറ് വാങ്ങാൻ പറ്റുമോ? അവന് യാത്ര ചെയ്യാൻ പറ്റുമോ? ആളുകളുടെ കൂടെ കൂടാൻ പറ്റുമോ? ഈവൻ പള്ളികളിൽ പോലും പോകണമെങ്കിൽ അവന്റെ കയ്യിൽ പൈസ വേണം, അല്ലെ? അവിടെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അവന്റെ കയ്യിൽ പൈസ വേണം. അപ്പൊ അവന്റെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാന്ന്, അതായത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതും എന്താണ്? നശിപ്പിക്കലാണ്, അല്ലെ? മാനവികമായിട്ടുള്ള നാശമാണ് തഹലുക. സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നേ മതിയാവൂലേ? അതുകൊണ്ടാണ് മാതാപിതാക്കൾ ഇത്രയും കൺസേൺഡ് ആയിട്ട് മക്കളെ കാര്യത്തിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും, അല്ലെ, അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും പലരും മരിക്കുമ്പോൾ എന്താ അവർ ഭൂമിയിൽ ഉപേക്ഷിച്ചു പോണത്? ഈ അടുത്ത് എവിടെയോ ഒരു ഇതിൽ കേട്ടിട്ടുണ്ട്, ഒരാള് മരിക്കുമ്പം അയാൾ പറഞ്ഞതാണ്, ഞാൻ ഭൂമിയിൽ വേറെ ഒരു ശവകുടീരം കൂടെയാണ് ഇട്ട് പോണതെന്ന്. അത് അയാളെ മറവ് ചെയ്ത ആ ഒരു ഖബറല്ലാതെ അയാൾ ഭൂമിയിൽ ഒന്നും ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും ആ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരു വ്യക്തി അവന്റെ ജീവിതം കൊണ്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, മീനിങ് ഫുൾ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഉദ്ദേശത്തോടു കൂടി ലക്ഷ്യത്തോടു കൂടി ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ എന്താ ചെയ്യുന്നത്? തഹ്ലുക, അല്ലേ? അവന്റെ ജീവിതം നശിപ്പിക്കലാണ്, മാനവീയമായിട്ടുള്ള നാശമാണ് അത്. സുബ്ഹാനല്ലാഹ്. ഓരോ ദിവസവും ഓരോ വർഷവും അവനൊന്നും ചെയ്യാതെ, ഓരോ മാസവും ഒന്നും ചെയ്യാതെ അവൻ തള്ളി നീക്കുമ്പോൾ അവൻ സ്വയം നശിപ്പിക്കലാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറയാണ്, വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക, നിങ്ങൾ നാശത്തിലാക്കരുത്. ഇവിടെ പ്രത്യേകിച്ച് ഈ ഒരു നാശം എന്നുള്ള കാര്യത്തിന്റെ, എന്തിന്റെ കാര്യത്തിലാണ് നാശം പറഞ്ഞിട്ടുള്ളത്? ഇവിടെ മാനവികമായിട്ടുള്ള നാശമാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് നാശമാണ്? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദീനിന് വേണ്ടി ചെലവഴിക്കാതെ നിങ്ങളെ നാശത്തിലേക്ക് തള്ളിവിടരുത്. ഓക്കെ, നിങ്ങൾ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി, ദീനിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവഴിക്കാതെ നിങ്ങൾ സ്വയം നാശത്തിലേക്ക് തള്ളിവിടരുത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞ ദീനിന് വേണ്ടി ചെലവഴിക്കൽ 3 രീതിയിലാണ്, അല്ലെ? ഒന്നാമത്തത് ദീൻ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന അർത്ഥത്തിൽ. ഇപ്പം ഒരാള് ആ രീതിയിൽ അവൻ ചെലവഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ നശിപ്പിക്കുക എന്ന് പറഞ്ഞു, അല്ലെ? സ്വയം അയാളുടെ കയ്യിൽ പൈസ ഉണ്ട്, ഹജ്ജിന് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഹജ്ജിന് പൈസ ചെലവാക്കാനോ, എൻ്റെ അമ്മോ എന്താ, അല്ലെ? ലക്ഷങ്ങളാണ് ഇപ്പൊ. സുബ്ഹാനല്ലാഹ്. അത്രയും ചെലവാക്കാനോ? പക്ഷെ അയാൾക്ക് വീട് വാങ്ങാൻ പറ്റും, കാറ് വാങ്ങാൻ പറ്റും, വീടുകൾ വാങ്ങാൻ പറ്റും, അല്ലെ? സ്ഥലങ്ങൾ ഇഷ്ടം പോലെ വാങ്ങി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഹജ്ജിന് പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ അയാളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദീൻ അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ അയാളുടെ കയ്യിൽ പൈസ ഇല്ല, സ്വയം നശിപ്പിക്കലാണ്. ഇനി അയാൾ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുന്നില്ല എന്നായിരിക്കാം, ഓക്കെ, അതും സ്വയം നശിപ്പിക്കലാണ്. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, അല്ലെ, നമ്മളെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് രീതിയിലാണെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്തേ മതിയാവും. പലരും, എൻ്റെ പേര് മുസ്ലിമാണ്, ഞാൻ തട്ടമൊന്ന് തലയിൽ കൂടെ ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ജുമാക്ക് പള്ളിയിൽ പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ മുസ്ലിം ആയി എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളാണ്, അല്ലെ? ശരിയായ രീതിയിൽ ദീനിനെ മനസ്സിലാക്കുകയോ ദീൻ പ്രാക്ടീസ് ചെയ്യുകയൊന്നും വേണ്ട. ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ മുസ്ലിമാണ്, മുസ്ലിമിന്റെ ലേബൽ എനിക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാമെന്ന് വിചാരിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷേ ലോകത്തിൽ ഇസ്ലാമിനെതിരെ ആളുകൾ തിരിയുമ്പോൾ ഇസ്ലാമിനോടുള്ള യുദ്ധങ്ങളോ കാര്യങ്ങളോ വരുമ്പോൾ അവര് അത് ഹിജാബ് ഇടുന്നതാണോ, ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണോ എന്നൊന്നും നോക്കൂല. എല്ലാവർക്കും ഒരേപോലെ കിട്ടും. സുബ്ഹാനല്ലാഹ്. താടിയുണ്ടോ, അല്ലെങ്കിൽ മക്കനെ ഇടുന്നാണോ, എല്ലാ വക്ത് പള്ളിയിൽ എത്തുന്ന ആളാണോ നോക്കിയിട്ടല്ല ഇസ്ലാമിനെതിരെ തിരിയുമ്പോൾ ശത്രുത ആളുകൾ കാണിക്കുക. നമ്മുടെ റിലീജിയസ് ലെവലൊന്നും അവർ നോക്കൂല. അപ്പോൾ നമ്മൾ നമ്മളുടെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ സ്വയം നശിപ്പിക്കലാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ് നമ്മളെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുക എന്നുള്ളത്. അവന്റെ ദീനിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ദീനിനെ കുറിച്ചുള്ള അറിവില്ലായ്മയും തെറ്റിദ്ധാരണകളും ഒക്കെ നമ്മുടെ ചുറ്റുപാടും പരന്ന് നിരന്ന് കിടക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, അല്ലെ, അതൊക്കെ ആരെങ്കിലും നോക്കിക്കോളും എന്ന് വിചാരിച്ച് നമ്മൾ സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളെ സ്വയം നമ്മളുടെ കൈകൾ കൊണ്ട് നാശത്തിലേക്ക് തള്ളിവിടുകയാണ്. കാരണം അത് നമ്മൾ ആ കൂർസിലില്ലാണ്ട് കൂളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളും അതിന് എന്താണ് സഫർ ചെയ്യേണ്ടി വരും. ആ നാശം നമ്മളും അറിയേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക. ആലോചിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബാക്കളും അവരന്ന് ദീനിന്റെ പേരിൽ സ്പെൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടായിരുന്നെങ്കിൽ, അല്ലെ, ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്
അവര് യുദ്ധങ്ങളായിട്ടും അല്ലാതെയും ഒക്കെ അവർ തന്നെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസകൾ സ്പെൻഡ് ചെയ്ത് ദീനിനെ സംരക്ഷിച്ചിട്ടില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ അനുഭവിക്കുന്ന ദീനിന്റെ സുഖം അല്ലെ, നമ്മൾ ഈ അറിയുന്ന, നമ്മൾ ഈ നേടുന്ന ഓരോ ഇൽമുകളും അവരന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് ഗ്രന്ഥങ്ങളാക്കി അല്ലെ, ക്ലാസ്സുകളാക്കി അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചതിന്റെ ദീനല്ലേ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഇതില്ലെങ്കിൽ നമ്മളൊക്കെ സീറോ അല്ലേ ഇന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച്, അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ചുള്ള അറിവില്ലായിരുന്നെങ്കിൽ. അവരുടെ അധ്വാനം അല്ലെ, അവര് സ്പെൻഡ് ചെയ്തതാണ് ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ കയ്യിലുള്ളത് എല്ലാം, പലരും അവര് എല്ലാ ഫുൾ സ്വത്തുക്കളും സുബ്ഹാനല്ലാഹ് പകുതിയും അതിലധികവും ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടുള്ളവരാണ്. ഒരു സഹാബി രാത്രി മുഴുവനും പണിയെടുത്തിട്ട് ഒരു കൈ നിറയെ ഈത്തപ്പഴം മാത്രമാണ് അദ്ദേഹത്തിന് സമ്പാദിക്കാൻ പറ്റിയത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, എന്റെ ദീനിന് വേണ്ടി. സുബ്ഹാനല്ലാഹ്. ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അവർക്ക് ഉണ്ടായിരുന്നോ അതൊക്കെ അവർ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവരവരുടെ ദീനിനെ സംരക്ഷിച്ചത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ ദീനുള്ളത് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. നിങ്ങൾ ഫിത്നയെ ഭയപ്പെടുക, കാരണം അത് വന്നു കഴിഞ്ഞാൽ അനീതി ചെയ്യുന്നവരെ മാത്രമല്ല അത് ബാധിക്കുക അല്ലെ, വളരെ ഒന്നും ചെയ്യാതിരുന്നവരെയും അത് ബാധിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളുടെ ദീനിനെ നമ്മൾ സംരക്ഷിക്കല് നമ്മളുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ എങ്ങനെ നമ്മളെ സംരക്ഷിക്കുന്നോ, നമ്മളുടെ കുടുംബത്തിനെ സംരക്ഷിക്കുന്നോ, അതുപോലെ നമ്മൾ ദീനിനെ സംരക്ഷിക്കണം. നമ്മളെങ്ങനെ നമ്മളെ സ്വയം പ്രൊമോട്ട് ചെയ്യുന്നോ അതുപോലെ നമ്മൾ നമ്മളുടെ ദീനിനെ പ്രൊമോട്ട് ചെയ്യണം. സുബ്ഹാനല്ലാഹ്. നമ്മളെ ദീനിനെ കുറിച്ച് ആളുകൾക്ക് ശരിയായ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. ദീനിനെ കുറിച്ച് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവരുത് എന്നുള്ള ചിന്ത നമുക്ക് വേണം. കാരണം നമ്മളെ കുറിച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും മോശം ചിന്ത ഉണ്ടാവുമോ എന്ന് നമുക്ക് ഭയങ്കര ബേജാറല്ലേ. നമ്മളെ കുറിച്ച് ആൾക്കാർ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ അത് ശരിയാക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്നവരായിരിക്കാം ഒരുപക്ഷെ നമ്മളെ. സുബ്ഹാനല്ലാഹ്. എന്നാലും അവരെന്തൊക്കെ എന്നെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചേ, അങ്ങനെയല്ലല്ലോ അല്ലെ, നമ്മളൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് തിരുത്താൻ ശ്രമിക്കും. സുബ്ഹാനല്ലാഹ്. പക്ഷെ ദീനിനെ കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ദീനിനെ കുറിച്ച് ആളുകൾ തെറ്റായിട്ടാണ് ധരിച്ചു വെച്ചിരുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ആ കുഴപ്പമില്ല, അത് ആരെങ്കിലൊക്കെ തിരുത്തിക്കോളും അല്ലെ. ആരെ തിരുത്തുക? ദീൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ദീനിനെ കുറിച്ച് അറിയാന്നുള്ളതും അറിയിക്കുക എന്നുള്ളതും നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മൾ എഴുന്നേറ്റ് നിന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരാ ഇത് ചെയ്യുക? ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്. നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം, നമ്മൾ ചെയ്യണം, നമ്മൾ സ്പെൻഡ് ചെയ്യണം. വഅൻഫിഖൂ ഫീ സബീലില്ലാഹി വലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലുക. നിങ്ങൾ സ്വയം നാശത്തിലേക്ക് തള്ളിവിടരുത്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. നമ്മൾ അള്ളാന്റെ ദീനിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ നാശത്തിലേക്കാണ് തള്ളിവിടുന്നത്. ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ പൈസ കൊടുക്കൽ മാത്രമല്ല, നമ്മളുടെ സമയം, നമ്മളുടെ കഴിവുകൾ, നമ്മളുടെ സ്കില്ലുകൾ അല്ലെ, പ്രത്യേക നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള അല്ലെ, നമ്മുടെ ഇൻബിൽറ്റ് ആയിട്ടുള്ള കഴിവുകളുണ്ടാവും, നമ്മൾ നേടിയ സ്കില്ലുകൾ ഉണ്ടാവും, നമ്മൾ പഠിച്ചെടുത്ത പല സ്കില്ലുകളും ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും ആൾക്കാർ ഭയങ്കര സെൽഫിഷ് ആണ്. അവരെ കുറിച്ച് മാത്രമേ അവർക്ക് ചിന്തയുള്ളൂ അല്ലെ. ഓ, ഞാൻ പഠിക്കുന്നുണ്ട് ദീൻ, ഞാൻ പഠിച്ച് ഞാൻ നന്നാവട്ടെ അല്ലെ, ഞാനൊക്കെ നന്നായി കഴിഞ്ഞിട്ട് എന്റെ മക്കളെ നന്നാക്കി കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ അടുത്ത് പറയാം. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ അങ്ങനെയുള്ള ചിന്തകളിൽ പെട്ടുപോകുന്നവരാണ്. ഓ, ആൾക്കാരൊക്കെ പഠിപ്പിക്കുക നന്നാക്കാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര അത് വേറെ ആർക്കോ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ, അത് പണ്ഡിതന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, അത് അതിന് മാത്രം കഴിവുണ്ടാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കുറച്ച് ആൾക്കാരെ സൃഷ്ടിച്ചിട്ടുണ്ട്, അവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. അള്ളാഹ് എന്താ പറയുന്നത്? ആ എക്സ്ട്രാ സ്റ്റെപ്പ് നമ്മൾ എടുത്തേ മതിയാവും. മറ്റുള്ളവർക്ക് ദീനിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കാനും മറ്റുള്ളവരിലേക്ക് ദീൻ എത്തിക്കാനും മറ്റുള്ളവരിലുള്ള തെറ്റിദ്ധാരണകൾ, ദീനിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റലും ഒക്കെ നമ്മളെ ഉത്തരവാദിത്തം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ തെറ്റിദ്ധാരണ ക്ലിയർ ആക്കാൻ വേണ്ടി ഒരു പക്ഷേ ചിലരെങ്കിലും ഏതറ്റം വരെയും പോവായിരിക്കും. എന്റെ തെറ്റിദ്ധാരണ മാറി ഞാൻ കറക്റ്റ് പ്രാക്ടീസിങ് ആയി കഴിഞ്ഞാൽ അവരെ ഉത്തരവാദിത്തം അവിടെ കഴിഞ്ഞു. എന്റെ കാര്യം ശരിയാക്കിയാൽ മതി അല്ലെ, ഞാൻ എന്റെ നിസ്കാരം കറക്റ്റ് ആക്കട്ടെ, എന്റെ ഖുർആനോത്ത് ശരിയാക്കട്ടെ, എന്റെ കാര്യം ക്ലിയർ ആക്കട്ടെ. മറ്റുള്ളവരെ തിരുത്തലും മനസ്സിലാക്കി കൊടുക്കലും അതിനു വേണ്ടി കാരണം നമുക്ക് ചെയ്യാൻ വേണ്ടി മനസ്സിലാക്കലിന്റെ ഒരു സ്റ്റെപ്പും കൂടെ അപ്പുറത്ത് മനസ്സിലാക്കിയാലേ നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ എന്തൊരു കാര്യവും അല്ലേ. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ ഒരു വെറൈറ്റി സമൂഹത്തിനെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. വെറൈറ്റി സമൂഹം ആയതുകൊണ്ട് തന്നെ വെറൈറ്റി രീതിയിലാണ് ആളുകൾ അത് മനസ്സിലാക്കുക, വെറൈറ്റി സംശയങ്ങളാണ് വരിക. അപ്പം അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു ലെവലും കൂടെ എക്സ്ട്രാ മനസ്സിലാക്കണം.
നമ്മൾ വെറുതെ മനസ്സിലാക്കിയാലും പോരാ, ഒരു ലെവൽ എക്സ്ട്രാ നമ്മൾ അത് ജീവിതത്തിൽ പ്രാക്ടീസിൽ കൊണ്ടുവരണം. കാരണം ആളുകൾ അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള സംശയങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവണം. നമ്മൾ ആ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവണം. അതിനുള്ള പരിഹാരങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. നമ്മളോ, നമ്മളെ ജീവിതം, നമ്മളെ കുടുംബങ്ങൾ, നമ്മളെ കുട്ടികൾ, അതിനുവേണ്ടി ഏതറ്റം വരെയും ഏത് ലെവലിൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടും ഏത് ലെവലിലുള്ള അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ടും അല്ലേ, എത്ര മോഡേൺ ആവാൻ വേണ്ടിയിട്ടും നമ്മൾ എന്തും ചെലവഴിക്കും. പക്ഷേ മറ്റു ബാക്കിയുള്ളവരെ കാര്യം പഠിപ്പിക്കാനോ അതൊക്കെ കുറച്ച് ഓവറാണ്. അതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല അല്ലെ. നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി, ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോണേ? മറ്റുള്ളവർ പഠിക്കില്ല. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മളെ നാട്ടില് നമുക്കറിയാം നമ്മളെ ചുറ്റുപാടിന്റെ അവസ്ഥ അല്ലേ, ആർക്കൊന്നും അറിയൂല. സുബ്ഹാനല്ലാഹ്. നമ്മളെ കഴിവിൽ നിന്നുകൊണ്ട് നമ്മളത് മറ്റുള്ളവരെ പഠിപ്പിച്ചിട്ടില്ല എന്നൊക്കെ നമ്മൾ അൽഹംദുലില്ലാ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുക. ഈവൻ സിമ്പിൾ ആയിട്ട് ഒരു ഖുർആൻ ഓതുന്ന ഒരു രീതി പോലും, അല്ലെങ്കിൽ ഖുർആനിലെ ഓരോ അക്ഷരങ്ങളും നമ്മൾ വായിക്കാൻ പഠിക്കുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അതുപോലും അറിയാത്ത ആൾക്കാർ നമ്മളെ ചുറ്റുപാടുള്ളത് നമുക്കറിയാം. അപ്പൊ നമ്മളത് പഠിപ്പിച്ചിട്ട് നമ്മളെ സാഹചര്യത്തിൽ നമ്മുടെ കഴിവിന്റെ ബെസ്റ്റ് നമ്മളത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ ദീൻ മെല്ലെ 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 ഇല്ലാണ്ടാവോ? നമ്മളത് കാണുന്നുണ്ടോ? നമ്മളെ നാട്ടിൽ ദീൻ അല്ലാതായി മാറുന്നത്, ദീൻ ഇല്ലാതായി മാറുന്നത്, ദീനിനെ കുറിച്ചുള്ള അറിവില്ലാതായി മാറുന്നത് നമ്മൾ കാണുന്നുണ്ടോ? ഉണ്ടല്ലേ. അങ്ങനെ ഇല്ലാണ്ടായി തീരെ ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥകളിലേക്ക് പല നാടുകളും എത്തുന്നത് നമ്മൾ കാണുന്നുണ്ടോ? അത് കാരണമുള്ള ഫിത്നകൾ പെരുകുന്നത് നമ്മൾ കാണുന്നുണ്ടോ? ഉണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്. ഈ ഇല്ലാതായി മാറുന്ന ഒരു സമൂഹത്തിലേക്കാണ് നമ്മളെ മക്കളും അവരെ മക്കളും ജനിക്കുന്നതും ജനിക്കാൻ പോണതും അല്ലെ. അവരെ പഠിപ്പിക്കാൻ ആരാ ഉള്ളത്? നമ്മളെ മക്കളെയും വരുന്ന തലമുറകളെയും ആര് ദീൻ പഠിപ്പിക്കും? നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ ദീൻ പഠിക്കുന്നത് എന്നെ മാത്രം നരകത്തു നിന്ന് രക്ഷിച്ചാൽ മതി, അല്ലെങ്കിൽ എന്റെ ഇപ്പം വീട്ടിനകത്തുള്ള ആ ഒരു കുടുംബത്തിനെ മാത്രം നരകത്തു നിന്ന് രക്ഷിച്ചാൽ മതി, എന്റെ കാര്യങ്ങൾ മാത്രം ക്ലിയർ ആയാൽ മതി, ഞാൻ മാത്രം ദീൻ കറക്റ്റ് പ്രാക്ടീസ് ചെയ്താൽ മതി എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഈ പുറത്തുള്ള ഒരാളെ നമുക്ക് നന്നാക്കണ്ടെന്ന് വിചാരിക്കുന്നായിരിക്കും. പക്ഷെ നമ്മൾ ഈ വീട്ടില് അടുത്ത തലമുറകൾ ഉണ്ടാവില്ലേ? നമ്മളെ നാട്ടിൽ നിന്ന് ദീനിന്റെ അറിവും എടുക്കപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആരാണ് അവരെ നാളെ പഠിപ്പിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. നമ്മളെ ഡ്യൂട്ടി അല്ലേ, അതിനു വേണ്ടിയെങ്കിലും നമ്മളത് ചെയ്യണ്ടേ? നമുക്കറിയാം ഇപ്പോഴും പ്രായപൂർത്തിയായ ഒരുപാട് ആളുകൾ നമ്മളെയൊക്കെ ചുറ്റുപാടും തന്നെ ഖുർആൻ ഓതാൻ പോലും അറിയാത്തവര്. ഞാനും എന്റെയും ഒരു കുറ്റബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാനും ചെയ്യുന്നു എന്ന് പറയല്ല. സുബ്ഹാനല്ലാഹ്. ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഇന്ന് വരെ ദീനിനെ നമ്മൾ ഉത്തരവാദിത്തമായിട്ട് കണ്ടിട്ടില്ല. ദീനിന്റെ അറിവ് പകർന്നു കൊടുക്കലും ആളുകളെ ദീനിലേക്ക് എത്താൻ സഹായിക്കലും നമ്മൾ ഉത്തരവാദിത്തമായിട്ട് കണ്ടിട്ടില്ല. നമ്മൾ ചെയ്യുന്നില്ല. നമുക്ക് ഈസി ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അതില്ല എന്ന് പറയാൻ പറ്റില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെ, വേഗം വന്നിരുന്ന് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഫോണിലൊന്ന് ഞെക്കിയിട്ട് ക്ലാസ് കേട്ട് പരീക്ഷ എഴുതൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. എനിക്കും ഭയങ്കര എളുപ്പമായി. ഇതിന് മുമ്പിൽ ഇരുന്ന് കുറച്ച് നോട്ട് എഴുതി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എന്റെ പണിയും കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. പക്ഷെ അതിനപ്പുറത്തേക്ക് വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ നമ്മളെ മുമ്പിലുണ്ട്. നമ്മളെ ചുറ്റുപാട് നമ്മൾ നിന്ന നിപ്പിലൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിമിന്റെ പേരായിട്ട് എത്ര എത്ര ആളുകൾ ദീൻ എന്താന്ന് അറിഞ്ഞിട്ട് ചെയ്യാത്തവരെ കാര്യം വിട്ടേക്ക്, അറിയാത്തതിന്റെ പേരിൽ ചെയ്യാത്തവർ എത്ര പേരുണ്ട്. സുബ്ഹാനല്ലാഹ്. ദുആ ചെയ്യ് അള്ളാന്റെ അടുത്ത്. പലർക്കും അല്ലേ ഖുർആൻ വെറുതെ ഒരു പേജ് പോലും തികച്ചു ഓതാൻ അറിയാത്തവരുണ്ട്. നമ്മളെന്നാ അറിയുന്നവരെ തന്നെ വീണ്ടും 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 അടുത്ത ലെവൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരും. പലർക്കും നമസ്കാരത്തിലുള്ള ദുആകൾ എന്തൊക്കെയാന്ന് കംപ്ലീറ്റ് ആയിട്ട് അറിയാത്തവരുണ്ട്. അതിന്റെ അർത്ഥങ്ങൾ അറിയാത്തവരുണ്ട്. ദീനിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയാത്തവരുണ്ട്. അത് എന്തിനാന്ന് അറിയുന്നതെന്ന് പോലും അറിയാത്തവരുണ്ട്. ഇതൊക്കെ എന്തിനാ അറിയുന്നതെന്ന് പോലും അറിയാത്തവരുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മളെ കംപ്ലൈന്റ് സുബ്ഹാനല്ലാഹ് അവരൊന്നും പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഇല്ല എന്നല്ലേ. നമ്മളെ ദീനിലെ ടീച്ചിങ്ങിന് വല്ല TTCയോ BEdോ ഒക്കെ എടുക്കണോ? ആവശ്യമുണ്ടോ? ദീനിൽ ഒരു ഖുർആൻ ഓതാൻ പഠിപ്പിച്ചു കൊടുക്കാൻ, നമസ്കരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കാൻ ആവശ്യമില്ല അല്ലേ. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മളെ മാത്രം കാര്യം, എന്റെ കാര്യം, എന്റെ കുടുംബം, എന്റെ ജോബ്, എന്റെ ആഖിറ. സുബ്ഹാനല്ലാഹ്. ഇതും എന്റെ ആഖിറയാണ്. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ നാശത്തിലേക്ക് തള്ളിവിടുകയാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പൊ നമ്മളെ കുടുംബം നമ്മളെന്നുള്ള ചിന്തയിൽ നിന്ന് മെല്ലെ മെല്ലെ നമ്മൾ ഓരോരുത്തരും ഇപ്പൊ എല്ലാവരുടെ അടുത്തും നാളെ തന്നെ പള്ളിയിൽ ചെന്നിരുന്നിട്ട് ഓക്കെ എല്ലാ ആഴ്ചയിലും ഞാൻ ക്ലാസ് എടുക്കുന്നു എന്ന് പറയാനല്ല പറയുന്നത്.
നമ്മൾ ഓരോരുത്തരുടെയും കപ്പാസിറ്റിയിൽ, ഓരോരുത്തരുടെയും അവസ്ഥകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. ഓരോരുത്തരുടെയും അവസ്ഥകളിൽ, ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ വ്യത്യാസമാണ്, ഓരോരുത്തരുടെ കഴിവുകൾ വ്യത്യാസമാണ്, അറിവുകൾ വ്യത്യാസമാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു കൊടുത്തൂടെ, അതറിയാത്തവരെ കണ്ടുപിടിച്ചിട്ട്. ഒരൊറ്റ ആളെ ഓരോരുത്തരും കണ്ടുപിടിച്ചിട്ട്, അല്ലെ, എന്റെ ചുറ്റുമുള്ള അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലുള്ള, നമ്മളെ കുടുംബത്തിൽ കല്യാണങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവരെടുത്ത് ഇരുന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ച്, സുബ്ഹാനല്ലാഹ്. എല്ലാവർക്കും ഒന്നും പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, ഓരോരുത്തർക്കും പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ശ്രമിച്ചു നോക്കിക്കൂടെ? റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്തൂടെ, റബ്ബെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് നീ കാണിച്ചതാ, അതിനെ ഭംഗിയായിട്ട്, ഏറ്റവും ഭംഗിയായിട്ട്, ഏറ്റവും നിനക്ക് തൃപ്തിയായിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നീ എനിക്ക് അതിനുള്ള ഹിദായത്ത് നീ താ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി ഒരുക്കി തരും. നമ്മളൊന്ന് തുടങ്ങിയാൽ മതി, നമ്മൾ കാല് വെച്ചാൽ മതി, ഭയങ്കര ബർക്കത്താ. സുബ്ഹാനല്ലാഹ്. നമ്മൾ പ്രതീക്ഷിക്കാത്തിടങ്ങളിലേക്ക് നമുക്കത് എത്തിക്കാൻ പറ്റും. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള കഴിവ് നമുക്ക് നമ്മളെ തന്നെ അറിയില്ല. കാരണം നമുക്ക് റബ്ബിനെ അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ സ്രഷ്ടാവിനെ അറിഞ്ഞിട്ടല്ലേ സൃഷ്ടികളെ അറിയുന്നത്. നമുക്ക് റബ്ബിനെ അറിയാത്തതുകൊണ്ട് നമുക്ക് പലർക്കും നമ്മളെ തന്നെ അറിയില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എന്തൊക്കെ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിലൊക്കെ ഇന്ന ആൾക്ക് ഇന്നത് ചെയ്യാൻ പറ്റും എന്നുള്ളത്, ഇന്നത് ചെയ്യാൻ വേണ്ടി നമ്മളെ റബ്ബ് അയച്ചിട്ടുണ്ടെങ്കിൽ അതെന്താന്ന് നമുക്ക് അറിയില്ല. കാരണം നമ്മൾ ശ്രമിച്ചു നോക്കിയിട്ടില്ല, തുടങ്ങി നോക്കിയിട്ടില്ല, അല്ലെ? അപ്പം നമ്മളോട് തന്നെ ക്ലിയർ ആയിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും സേഫ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ദീനിനെ സീരിയസ് ആയിട്ട് എടുത്തേ മതിയാവും. അത് നമ്മുടെ പേഴ്സണൽ മാറ്ററായി മാറണം. അത് നമ്മളുടെ സ്വന്തം കാര്യമായിട്ട് മാറണം ദീൻ. ആരുടെക്കോ കാര്യമല്ല. ഈ ആരൊക്കെയോ അവരുടെ പേഴ്സണൽ മാറ്റർ ആയതുകൊണ്ട് അവരെന്നെ സഹായിച്ചോട്ടെ, അവരെന്റെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യട്ടെ, അങ്ങനെയായി മാറും. പലപ്പോഴും പലരുടെ ചോദ്യങ്ങളും അങ്ങനെയാണ്. ഓരോരുത്തർ സംശയങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ വിചാരിക്കും, പഠിച്ചോനെ ഇതിപ്പോ അവരെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി നമ്മളെ പഠിച്ചോനാക്കിയതാണോന്ന്. ഈ സംശയങ്ങൾ തീർക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. നമ്മളെ സംശയങ്ങളല്ല, മറ്റുള്ളവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം. അത് ആദ്യം നമ്മളുടെ ക്ലിയർ ആയാലേ നമുക്ക് മറ്റുള്ളവരുടെ സംശയങ്ങൾ ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളെ ഒരു മാസിന്റെ ചിന്ത എന്ന് വെച്ചാൽ, ഞാൻ ദീൻ പഠിക്കുന്നുണ്ട്, എന്റെ സംശയങ്ങളൊക്കെ ആരെങ്കിലും ക്ലിയർ ചെയ്ത് തന്നോളണം, അല്ലെ? ഈ ക്ലിയർ ചെയ്ത് തരുന്ന ആളുകളുണ്ടല്ലോ നിങ്ങൾക്ക്, അവരെങ്ങനെയാ ഈ സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്? സീരിയസ് ആക്കി എടുത്തതുകൊണ്ട് ദീനിനെ. പക്ഷെ നമുക്ക് വായി ഇങ്ങനെ തുറന്നു വെച്ചാൽ സ്പൂൺ കൊണ്ട് ഒഴിച്ച് തരുവോന്ന് കൂടല്ല, ഒഴിച്ച് തരണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അഹങ്കാരികളാണ് നമ്മൾ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ദീൻ നമ്മളുടെ പേഴ്സണൽ അഫെയർ ആവണം. ദീനിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് അതിന്റെ പരീക്ഷ എഴുതുന്ന കാര്യമാക്കി മാറ്റി നിർത്താനുള്ളതല്ല. നമ്മളൊക്കെയും നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെ, നമ്മൾ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ പലരെയും വിളിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, ചിലപ്പോൾ മണിക്കൂറുകളോളം സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് അത്രയും നമ്മളെ ജീവിതത്തിലുള്ള, അല്ലെ, നമ്മളുടെ മക്കളെ പ്രശ്നങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ ദാമ്പത്യ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. ആരെങ്കിലും വിളിച്ചിട്ട് മണിക്കൂറുകളോളം എനിക്ക് ഇന്ന കാര്യം പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ആ കാര്യത്തിനുള്ള ആ ഒരു ഹിക്മത്ത് എന്താന്ന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതാണ് എൻ്റെ പ്രശ്നം, ഇത് ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കുമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് നമുക്ക് പരമാവധി ആൾക്കാരെ മനസ്സിലാക്കണം, നമുക്ക് ആ നാട്ടിൽ ആ കാര്യം ചെയ്യണം, ആ കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്ര പൈസ ചെലവാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ മണിക്കൂറുകളോളം ഡിസ്കസ് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് ആണ് നമുക്ക് വലുത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു എന്റർടൈൻമെന്റ് പോലെ, അല്ലെ, ഒരു 10%, 10 ഒരു 5% ആണെങ്കിൽ ദീനിന് കൊടുക്കാം. അത്രയൊക്കെ ഉള്ളൂ നമുക്ക്. നമ്മൾ ആ രീതിയിൽ നമ്മളുടെ പേഴ്സണൽ മാറ്റർ ആയിട്ട് നമ്മളെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിൽ നിന്നും അകറ്റി നിർത്താൻ പറ്റാത്തൊരു കാര്യമായിട്ട് ദീനിനെ എടുത്തു കഴിഞ്ഞാലേ നമ്മളുടെ ദീൻ സർവൈവ് ചെയ്യുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്യാത്തത് കൊണ്ട്, അങ്ങനെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് തലമുറകളായിട്ട് അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ ദീൻ ഇത്രയും വലിയ അടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ അടി നമ്മുടെ ദീൻ ഫൗണ്ടേഷനിൽ നിന്ന് തന്നെ ഇളകിക്കൊണ്ടിരിക്കുക. അഖീദ പോലും ഇളകിക്കൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്. അഖീദയിലാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളുള്ളത്. നമുക്ക് ആർക്കെങ്കിലും അഖീദ എന്താണെന്ന് അറിയൂല. അപ്പം പുറത്തുനിന്നുള്ള ശക്തികള്, ഇബ്ലീസ് അല്ലെങ്കിൽ ഷെയ്ത്താന്റെ ആൾക്കാരുണ്ട്, ഷെയ്ത്താനിയത്തുള്ള മനുഷ്യന്മാർ. അതായത് ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ ജിന്നിലും മനുഷ്യരിലും ഉള്ളതാണ്, അല്ലെ? മിനൽ ജിന്നത്തി വന്നാസാണ് ഷെയ്ത്താൻ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഷെയ്ത്താൻ എന്താ, അവന്റെ പണി നല്ല വൃത്തിക്ക് എടുക്കുന്നുണ്ട്. മനുഷ്യന്മാരിൽ നിന്നുള്ള ഷെയ്ത്താനുകളെ കൂട്ടുപിടിച്ച് അടിത്തറ അവൻ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് യാതൊരു കൂസലും ഇല്ല. കാരണം നമുക്ക് ഈ പറഞ്ഞ തറയേ ഇല്ല, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് അന്നത്തെ നാട്ടിലുള്ള
ഏറ്റവും വലിയ ഫിത്ന എന്താണ്? ഷെയ്ത്താൻ ചെയ്യുന്നത്, ഷെയ്ത്താന് നല്ല അറിവുണ്ട്. ഷെയ്ത്താൻ നമ്മളുടെ ഹൃദയങ്ങളിലും നമ്മുടെ ബ്രെയിനുകളിലും, നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിലും ബ്രെയിനുകളിലും നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഷെയ്ത്താൻ ഒരു നേരം വെറുതെ ഇരിക്കുന്നില്ല. ഷെയ്ത്താന്റെ കൂട്ടാളികളായ മനുഷ്യന്മാരെ ഉപയോഗിച്ചിട്ട് ഹൃദയങ്ങളിലുള്ള പ്രശ്നം ഉണ്ടാക്കലാണ്. ഈ പറഞ്ഞ പോലെ അവരുടെ വിശ്വാസങ്ങളിൽ, യഖീനില്, അല്ലെ, ദീൻ എന്താണ്, അള്ളാഹു എന്താണ്, ഈമാൻ എന്താണെന്നുള്ള വിശ്വാസങ്ങളിൽ പല രീതിയിലാണ് പ്രശ്നങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഹൃദയങ്ങളിൽ. ബ്രെയിനിൽ എന്താണ്, മരുന്നുകളാണ്, മയക്കുമരുന്ന്, കഞ്ചാവ്, ലഹരികള്, സുബ്ഹാനല്ലാഹ്, മ്യൂസിക്, അതുപോലെയുള്ള മറ്റ് ലഹരികള്, സിന പോലെയുള്ള മറ്റ് ലഹരികൾ, ഇതൊക്കെ കൊടുത്തിട്ട് ബ്രെയിനിനെയും ആകെ കൂടെ ക്ലൗഡിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇബ്ലീസിന്റെ പണി നല്ല വൃത്തിക്ക് നടത്തുന്നുണ്ട്. നമ്മളോ ഞാൻ ഞാൻ ഞാൻ, എന്റെ ദീൻ, എന്റെ ആഖിറ. ഇബ്ലീസിൽ മൊത്തം ലോകത്ത് പണിയെടുക്കുമ്പോൾ നമ്മളിപ്പോഴും ഞാൻ 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 എന്ന് പറഞ്ഞിട്ട് എന്റെ ആഹാരം, എന്റെ ദീൻ എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാ നമ്മളുടെ ദീനിന്റെ അടിത്തറ സ്ട്രോങ് ആവുന്നത്? നമ്മളുടെ ദീൻ എങ്ങനെയാ സർവൈവ് ചെയ്യുന്നത്? നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടില്ലേ? അവര് സ്വഹാബാക്കളുടെ ഒക്കെ ജീവിതത്തിൽ അവരുടെ ഞാൻ എവിടെയായിരുന്നു? അവരുടെ ജീവിതത്തിന്റെ മെജോറിറ്റി സമയം അവർ യുദ്ധങ്ങളിലായിരുന്നു. സുബ്ഹാനല്ലാഹ്. പക്ഷേ അവര് കംപ്ലീറ്റ് അത് ഒഴിവാക്കിയിട്ട് സന്യാസം ചെയ്തിട്ടില്ല. അവർ കുടുംബങ്ങളെ കൊണ്ട് നടന്നിട്ടുണ്ട്. എല്ലാ ഉത്തരവാദിത്തങ്ങളും അവരവിടെ ചെയ്തിട്ടുണ്ട്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളുടെ ദീൻ ഇന്ന് ഈ അവസ്ഥയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ പറയുന്നുണ്ടാവും ആ മീഡിയ അങ്ങനെ ആയതുകൊണ്ടാണ്, സമൂഹം അങ്ങനെ ആയതുകൊണ്ടാണ്, അതാണ് ഇതാണ്, നമ്മളെ മക്കള് പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ടാണ്. ഒന്നുമല്ല. നമ്മൾ തന്നെ ഉത്തരവാദികൾ. നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ. ഒരു വിരൽ നമ്മൾ അങ്ങോട്ട് ചൂണ്ടുന്നുണ്ടെങ്കിൽ 3-4 വിരൽ നമ്മൾ നമ്മളിലേക്ക് തന്നെ ചൂണ്ടിയേ മതിയാവും. നമ്മൾ അടിത്തറ ഇല്ലാതാക്കിയത് കൊണ്ടാണ് ഇളകിപ്പോയത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അള്ളാഹ്ക്ക് നമ്മൾ ആവശ്യമില്ല കേട്ടോ. അള്ളാഹ്ന്റെ ദീനിനെ സംരക്ഷിക്കാൻ അള്ളാഹ്ക്ക് അറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ആൾക്കാരെ കണ്ടുപിടിക്കുകയും ചെയ്യും. പക്ഷെ നമ്മളാണ് നഷ്ടക്കാര്. നമ്മളാണ് തഹ്ലുക്കയിൽ പോകുന്ന ആളുകൾ, ഹലാക്കിലേക്ക് പോണ, നാശത്തിലേക്ക് പോകുന്ന ആളുകൾ. നമ്മളുടെ ദൈനംദിന ജീവിതത്തിന്റെ, നമ്മളുടെ പേഴ്സണൽ മാറ്റർ ആക്കി നമ്മൾ ദീനിനെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത തലമുറയിലേക്ക് ദീൻ എത്തൂല. അതിന്റെ ഏറ്റവും വലിയ നാശം കണ്ടുകൊണ്ടിരിക്കുക നമ്മള്. ഈ ലെവലിൽ ദീനിനെ സീരിയസ് ആയിട്ട് എടുത്ത് അടിത്തറ സ്ട്രോങ് ആക്കിയിട്ട് നമ്മളിലേക്ക് എത്തിക്കാത്തത് കൊണ്ട് നമ്മൾ അതിന്റെ നാശം കണ്ടുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്. ഇനിയെങ്കിലും നമ്മൾ ഉണർന്നിട്ട് അത് അടുത്ത സമൂഹത്തിലേക്ക് എത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വരുന്ന തലമുറകൾക്ക് ദീനുണ്ടാവട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുക. വസ്തഈനു ബിസ്സബ്രി വസ്സലാണ്, അല്ലെ? ദുആ കൊണ്ട് മാത്രം ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല. ആദ്യം വേണ്ടത് ബിസ്സബ്റാണ്. സബ്ർ എന്താണ്? സ്ട്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കുക, അധ്വാനിച്ചുകൊണ്ടേയിരിക്കുക, ക്ഷമയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക, എന്നിട്ട് ദുആ ചെയ്യുക. അപ്പോഴാണ് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നിങ്ങളെ തന്നെ, നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ നിങ്ങളെ നാശത്തിലേക്ക് തള്ളിവിടല്ലേ. ഇഹ്സാൻ ചെയ്യ, ഇഹ്സാൻ ചെയ്യ. നമ്മൾ പലപ്പോഴും, അല്ലെ, ദീനിന് വേണ്ടി പൈസ ചെലവാക്കുക, ആ ഒരു സ്ഥലത്ത് ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടി വോളണ്ടിയർ ചെയ്യുക, സ്ഥലത്ത് ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് സെന്ററിൽ വർക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമാക്കിയിട്ട് അതൊക്കെ കുറച്ച് ഓവറാണെന്ന്, അങ്ങനെ ചെയ്യുന്നവർ തന്നെ കുറെ ഓവറാണെന്ന് വിചാരിക്കുന്നവരാണ്, അല്ലെ? പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? ആ ഓവർ നിങ്ങൾ ചെയ്യേ, അഹ്സിനു, ഇഹ്സാൻ ചെയ്യേ. എഹ്സാൻ ചെയ്യുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം എഹ്സാൻ എന്ന് പറഞ്ഞത് നമ്മളെ മക്കളോട് ഭയങ്കര എഹ്സാൻ ചെയ്യുന്നവരാണ് നമ്മൾ, അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ എഹ്സാൻ ചെയ്യണം എന്ന്, അല്ലെ? ബിറുൽ വാലിദൈനൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ മാതാപിതാക്കളോട് എഹ്സാൻ ചെയ്യണം എന്ന് മനസ്സിലാക്കിയവരാണ്. അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോട് എഹ്സാൻ ചെയ്യണം എന്ന് മനസ്സിലാക്കിയവരാണ്. അതൊക്കെ ഒരു പക്ഷെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാ അഹ്സിനു എന്ന് പറഞ്ഞത്? നിങ്ങളുടെ ദീനും കുറച്ച് എഹ്സാൻ അർഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ദീൻ എഹ്സാൻ അർഹിക്കുന്നുണ്ട്. വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. അള്ളാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണ്, ഇഹ്സാൻ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ്. മുഹ്സിന്റെ പ്ലൂറലാണ് മുഹ്സിനീൻ. യുഹിബ്ബു, ഹുബ്ബ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമാണ്, അള്ളാഹു ഹുബ്ബാണ്. ആരോട്? ഇഹ്സാൻ ചെയ്യുന്നവരോട്. ഇഹ്സാൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരേ ഒരു ഗുണം, ഒരേ ഒരു പ്രയോജനം അള്ളാഹുവിന്റെ ഹുബ്ബാണെന്നുണ്ടെങ്കിൽ അത് മാത്രം മതിയില്ലേ നമുക്ക് അള്ളാഹിന്റെ ഹുബ്ബ് കിട്ടാന്ന് പറയുന്നതിനേക്കാളും വലുത് എന്താ? അതിനു വേണ്ടി മാത്രം നമുക്ക് ദീനിനെ ഇഹ്സാൻ ചെയ്തൂടെ? അള്ളാഹിന്റെ ഹുബ്ബ് കിട്ടുന്നതിനേക്കാളും വലുത് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ ഈ ലോകത്തും പരലോകത്തും?
അപ്പൊ അത് മാത്രം പോരെ, നമുക്ക് ദീനിന് വേണ്ടി ഇഹ്സാൻ ചെയ്താൽ മാത്രം പോരെ, അത് മാത്രം മതി ഒരു റീസൺ അല്ലേ? സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമ്മൾ വിചാരിക്കില്ലേ, ഓക്കെ ഞാൻ പൈസ ഉണ്ടാക്കുന്നുണ്ട്, എനിക്ക് ജോലിയുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എനിക്ക് തരുന്ന പൈസ ഞാനത് ദീനിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദീനു വേണ്ടി ചെലവഴിക്കൽ ഒരു പക്ഷെ പൈസ കൊണ്ട് മാത്രമല്ല. കാരണം ഇവിടെ ഇരിക്കുന്നവർ പലരും വിചാരിക്കുന്നുണ്ടാവും, ഓ എൻ്റെ കയ്യിൽ ചെലവഴിക്കാൻ ഒരുപാട് പൈസ ഇല്ലല്ലോ, എനിക്ക് പൈസ കിട്ടുന്നില്ലല്ലോ. അപ്പം ദീനു വേണ്ടി ചെലവഴിക്കൽ പൈസ കൊണ്ട് മാത്രമല്ല, ഏതൊരു രീതിയിലുള്ള ഹെൽപ്പും, ഓക്കെ, ഏത് രീതിയിലുള്ള ഹെൽപ്പും. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവര് സ്ഥിരമായിട്ട് പള്ളി ക്ലീൻ ചെയ്യാൻ വരുമായിരുന്നു. അതിനുവേണ്ടി ആ ജോലിക്ക് ആക്കിയിട്ടുള്ള ആളൊന്നുമല്ല അവര്. അതിനുവേണ്ടി പൈസയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് പകരം അവർക്ക് വേറെ ഒരു സർട്ടിഫിക്കറ്റും കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവര് ആ പള്ളീനെ സ്നേഹിച്ചത് കൊണ്ട് അവർ ആ പള്ളി ക്ലീൻ ചെയ്യാൻ വേണ്ടി സ്ഥിരമായിട്ട് വരുമായിരുന്നു. എന്തുകൊണ്ടാണ് അവർ പള്ളീനെ സ്നേഹിച്ചത്? അവർ അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിച്ചത് കൊണ്ട്. ഒരു വ്യക്തി അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ ദീനുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും സ്നേഹിക്കും. അപ്പം അവൻ അല്ലെങ്കിൽ അവൾ അവനെ സ്വയം ആ ദീനിന് വേണ്ടി കൊടുക്കാൻ ഒരു മടിയും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കണം, എനിക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എൻ്റെ ദീനിന് വേണ്ടിയിട്ട്. ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരോ കഴിവുകൾ, ഓരോരോ സ്കില്ലുകൾ, ഇനി പൈസ കൊണ്ടാണെങ്കിലും ഒക്കെ ഓരോ രീതിയിലാണ് ചെയ്യാൻ പറ്റുക അല്ലേ? ചിലരുടെ അടുത്ത് പൈസയായിരിക്കും, പല രീതിയിലും നമുക്കത് ചെലവഴിക്കാൻ പറ്റും. ചിലരുടെ അടുത്ത് നല്ല സ്മാർട്ടായിട്ടുള്ള ബ്രെയിൻ ഉണ്ടാവും അല്ലെ, നല്ലപോലെ ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. ചിലർക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടാവും, അതായത് ഒരുപാട് ബാധ്യതകളും പ്രാരാബ്ദങ്ങളും ഒന്നുമില്ല, ഒരുപാട് ഫ്രീ ടൈം ഉണ്ടാവും. ആ ഫ്രീ ടൈം ഉപയോഗിച്ച് ദീനിൽ നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് പുറത്ത് വന്ന് ആളുകളെ പല രീതിയിൽ സഹായിക്കാൻ പറ്റും. ചിലർ ശാരീരികമായിട്ട് നല്ല ഏബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കും, നല്ല എനർജറ്റിക് ആയിട്ടുള്ള ആളുകളായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദീനിന് വേണ്ടിയിട്ട് അള്ളാഹ് തന്ന ആ ഒരു എനർജി എങ്ങനെ വേണമെങ്കിലും നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അല്ലേ? അപ്പൊ നമ്മൾ അള്ളാഹിന്റെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി, സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളെ സ്വയം നാശത്തിലേക്ക് തള്ളിവിടുകയാണ്. അത് ഇഹലോകത്തും, അത് പരലോകത്തും മാത്രമല്ല, ഇഹലോകത്തും നമ്മൾ നാശത്തിലേക്ക് തള്ളിവിടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് ഇതാ അള്ളാഹ് എന്നെ ശിക്ഷിച്ചോ എന്ന് പറഞ്ഞ് നമ്മൾ നിന്നു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും അല്ലേ നമ്മളിപ്പോൾ ഒരു പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മൾ ആ ചില പള്ളികൾ കാണുമ്പോൾ ആ മാഷാ അല്ലാഹ് നല്ല വൃത്തിയുണ്ട് അല്ലേ, AC ഒക്കെ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്, കാർപ്പറ്റൊക്കെ നല്ല ക്ലീൻ ആണ്, നല്ല പള്ളിയാണെന്നൊക്കെ നമ്മൾ പറയും അല്ലേ? എന്നിട്ട് നമ്മൾ പറയാറുണ്ട് എന്ത് നല്ല പള്ളിയാ നമ്മൾ പറയാറുണ്ട് അല്ലേ? അതൊക്കെ ഫ്രീ ആയിട്ട് നടക്കുന്നതാന്ന് തോന്നുന്നുണ്ടോ? അവർക്ക് ആകാശത്ത് നിന്ന് ഇങ്ങനെ പൈസ വീണിട്ട് അവർ പാത്രം വെച്ച് കളക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അവരുടെ ഡൊണേഷൻ ബോക്സ് എപ്പോഴും ഫുള്ള് നിറച്ചും പൈസയാണ്, അവർക്ക് വെറുതെ അത് തുറന്നിങ്ങോട്ട് എടുത്താൽ മതി എന്ന് ചിന്തിക്കുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്. എന്തൊരു കാര്യവും, പള്ളി ആയിക്കോട്ടെ, ഒരു ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ, എന്താണെങ്കിലും അത് നടത്താൻ വേണ്ടിയിട്ട് അവിടെ പൈസന്റെ ആവശ്യമുണ്ട്, അവിടെ ആളുകളുടെ ആവശ്യമുണ്ട് അല്ലേ? നമ്മൾ അവിടെ പോയി അവിടുത്തെ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് വന്നിട്ട് ഒരു പക്ഷെ ചിലപ്പോൾ കുറ്റവും പറയേ, പള്ളിയൊക്കെ നല്ല നല്ല തന്നെ, ആ നല്ല ക്ലീൻ ഒക്കെ തന്നെ, പക്ഷെ ബാത്റൂമിലേക്ക് അങ്ങോട്ട് അടുത്തൂടെ ഒരു വൃത്തിയില്ല, മണം. സുബ്ഹാനല്ലാഹ് അല്ലേ? ഇതൊക്കെ ചെയ്യുന്നതിന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പൈസ ആവശ്യമുണ്ട്, ആളുകൾ ആവശ്യമുണ്ട്, സമയം ആവശ്യമുണ്ട്. ഇതൊക്കെ നടത്തിപ്പിക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മളെ പോലെ കുടുംബങ്ങളും വീടുകളും കുട്ടികളും ഉണ്ട്. നമ്മൾ കണ്ണ് തുറന്നേ മതിയാവും. ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക, ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ, പള്ളികൾ, ഇസ്ലാമിക് ഓർഗനൈസേഷൻസ്, ഇസ്ലാമിക് മീറ്റപ്സ്, ഇസ്ലാമിക് ഗ്രൂപ്പുകൾ, ദീനിനെ വേണ്ടിയിട്ട്, ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി, ദീനിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതിനകത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ എന്ത് ഷെയർ അവിടെ കൊടുക്കാൻ പറ്റും, എൻ്റെ എന്ത് പൈസ അവിടെ കൊടുക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. ചിലപ്പോൾ നമ്മളൊക്കെ ചില സൽക്കാരങ്ങൾക്ക് നമ്മളെ വീട്ടിൽ ഏതെങ്കിലും ബന്ധുക്കളുടെ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ സുബ്ഹാനല്ലാഹ് അവർക്ക് ചിലപ്പം ഒരു തരത്തിലും ഒരു പൈസ വേണ്ട ആൾക്കാരൊന്നും ആയിരിക്കൂല അല്ലെ? അവരാ നടത്തുന്നത് അത്യാവശ്യം നല്ല, അവരെ ലാവിഷായിരിക്കും, അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവും. എന്നാലും നമുക്ക് അതിന് നമ്മളൊരു ഷെയർ എന്തെങ്കിലും കൊടുക്കണം എന്ന് വിചാരിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവരൊരു നേരത്തേക്കുള്ള ചായക്കുള്ള കടിയെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകും അല്ലെ? അല്ലെങ്കിൽ ഒരു നേരത്തെ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ അവരൊരു സൽക്കാരത്തിന് ഒരു പുഡിങ് നമ്മൾ ഏറ്റെടുക്കും. കാരണം നമുക്ക് അതിനകത്തൊരു ഭാഗഭാക്കാവണം അല്ലെ? നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്കത് ചെയ്യണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ നമ്മൾ പള്ളിയിലൊക്കെ പോയി വരുമ്പോൾ ആ പള്ളി എന്താ അവിടുത്തെ ഒരവസ്ഥ, എന്തേക്കും കമ്മിറ്റിക്കാർ ചെയ്യുന്നത് അല്ലേ? സുബ്ഹാനല്ലാഹ്. നമുക്കും അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആ പോകുന്ന പള്ളിയിൽ.
ആ ചെയ്യുന്ന ഇസ്ലാമിക് ഓർഗനൈസേഷനിൽ എവിടെയാണോ എന്തിലാണോ നമുക്ക് ദീനിന് ചെയ്യാൻ പറ്റുക, നമ്മൾ ഓരോരുത്തരുടെയും വ്യത്യസ്തമായ കഴിവുകൾ ഉപയോഗിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോഴും ഞാൻ പറയണ, എന്നെയും കൂടെ ഓർമ്മപ്പെടുത്താണ്, വ്യത്യസ്തമായ കഴിവുകൾ ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളുടെ കഴിവ് ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബിർ എന്താന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് വെറൈറ്റി ആണ്, ഒന്നോ രണ്ടോ ചെയ്യുന്നതിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമ്മൾ പല പള്ളികളിലും അല്ലെ, ഇപ്പം യാത്രയിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും, അത് സുന്നി പള്ളിയാണ്, അത് മുജാഹിദ് പള്ളിയാണ്, അത് വിസ്ഡത്തിന്റെ പള്ളിയാണ്, അത് മറ്റേ മർക്കസ് ദാവന്റെ പള്ളിയാണ്. അതൊക്കെ നമുക്ക് അറിയായിരിക്കും. അതുകൊണ്ട് അവരാണ് അതിനെ ഏറ്റെടുക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുള്ള ആ പള്ളിയിൽ നിസ്കരിക്കാൻ. ഇനി കഴിയെങ്കിൽ അതിന്റെ കൂടെ എന്തെങ്കിലും ഓരോ രണ്ട് കുറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ ദീനിനെ സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അള്ളാഹിന്റെ ദീനിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഓരോ പള്ളികളും നമ്മൾ സ്നേഹിക്കും. ഓരോ ഓർഗനൈസേഷനും അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഓരോ ഓർഗനൈസേഷനെയും നമ്മൾ സ്നേഹിക്കും. എല്ലാവരും ചില തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടാവും. ആ തെറ്റുകൾ നമുക്ക് വിഷമായി മാറും. ആ തെറ്റുകൾ അവരെ തിരുത്താൻ നമ്മൾ സഹായിക്കും, മാറി നിന്ന് അവരെ കുറ്റപ്പെടുത്താതെ. എല്ലാവരും ഈ പറയുന്ന ഞാനും നിങ്ങളും തെറ്റില്ലാത്തവരാണോ? ഈ പഠിപ്പിക്കുന്ന ഞാൻ 100% കറക്റ്റായിട്ട് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്റെ അറിവാ ഞാൻ പകർന്നു തരുന്നത്. അതിനകത്ത് ഒരുപാട് തെറ്റുകൾ ഉണ്ടാവാം. സുബ്ഹാനല്ലാഹ്. നമ്മളെയൊക്കെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ആളുകളെ ഫോളോ ചെയ്യുമ്പോൾ അവർ മാത്രമാണ് ശരി, ചുറ്റുപാടുള്ള എല്ലാവരും തെറ്റാണ്, മറ്റു ഗ്രൂപ്പുകളൊക്കെ തെറ്റാണ്, അവരെയൊക്കെ എങ്ങനെയൊക്കെ വിമർശിക്കാമോ, എങ്ങനെയൊക്കെ കുറ്റപ്പെടുത്താമോ, എങ്ങനെയൊക്കെ ഇടങ്ങേറാക്കാമോ എന്ന് നോക്കി നടക്കുന്നവരാണ് നമ്മൾ. പക്ഷെ എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ നിയ്യത്തിനാണ് അവർക്ക് പ്രതിഫലം, അല്ലെ? നമ്മൾ അത് കാണാം, അവരിലെ നന്മ കാണാം, അവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു വാക്കെങ്കിലും അള്ളാഹിന്റെ തൃപ്തി ഉപയോഗിച്ച് നമ്മൾ ചെലവഴിക്കുക. അപ്പം എല്ലാത്തിനെയും ചൂസ് ചെയ്തിട്ട് അത് ഇന്ന ഗ്രൂപ്പിന് മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ, ഇന്ന ഗ്രൂപ്പിന്റെ പ്രവർത്തനം മാത്രമേ ശരിയുള്ളൂ. ആരാ മുഴുവൻ ശരി? അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമല്ലേ മുഴുവൻ ശരിയുള്ളൂ? നമ്മൾ മനുഷ്യന്മാരല്ലേ? നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് പഠിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മളുടെ ആ ഒരു നിമിഷത്ത് നമ്മുടെ അശ്രദ്ധ കാരണം നമുക്ക് ആ ഒരു പോയിന്റ് നമ്മൾ തെറ്റായിട്ടായിരിക്കും പഠിച്ചു വെക്കുന്നത്. ആ ഒരു കാര്യം നമ്മൾ തെറ്റായിട്ടായിരിക്കും ചിലപ്പോൾ വർഷങ്ങളോളം നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ ഒരു സമയത്തായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ ആരെങ്കിലും വഴി നമ്മൾ ആ കാര്യം തിരുത്തി തരുന്നത്. ആരും പെർഫെക്റ്റ് ഇല്ല, ഒരു ഗ്രൂപ്പും പെർഫെക്റ്റ് ഇല്ല. സുബ്ഹാനല്ലാഹ്. എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന് വേണ്ടി അവരെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് ആ പള്ളി അത് ആ ഗ്രൂപ്പിൻ്റെതാണ്, ഈ പള്ളി ഈ ഗ്രൂപ്പിൻ്റെതാണ്, അവര് മറ്റേ ടീമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ദീനാ ഇതൊക്കെ. അപ്പം എവിടെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, നമ്മൾ യാത്രയിലായിരിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും പള്ളിയിലേക്ക് പോകുമ്പോൾ, ഏതോ നാട്ടിലുള്ള പള്ളിയായിരിക്കും, അവിടെ എന്തായാലും ഒരു ബോക്സ് ഉണ്ടാവും, വെറുതെ ഒരു 500 റുപ്യ കയ്യിലുണ്ടെങ്കിൽ ഇട്ടേക്ക്, അവര് പള്ളിയുടെ പ്രവർത്തനത്തിലേക്ക്, അള്ളാഹിന്റെ ദീനിലേക്ക്. സുബ്ഹാനല്ലാഹ്. 500 റുപ്യ ഇടാൻ കയ്യിലില്ലെങ്കിൽ പോട്ടെ, നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ അല്ലേ, ആ ബാത്റൂമിൽ ഒരു വൃത്തികേട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പർദ്ദയൊന്ന് മേലെ കയറ്റി കുത്തി ഇത്തിരി വെള്ളം ഒഴിച്ച് അവിടെ ഒന്ന് വൃത്തി. ഞാൻ എന്നോടും കൂടെ പറയട്ടോ, ഞാൻ വലിയ പുണ്യാളത്തിയായിട്ടൊന്നുമല്ല, മനസ്സിലാക്കിയത് ഷെയർ ചെയ്യാം. നമ്മൾ ചെയ്യണം, ഇനി മുതലെങ്കിലും നമ്മൾ ഇത് ചെയ്യണം. ഇങ്ങനെയുള്ള ഓരോ അവസരങ്ങളും നമ്മൾ അന്വേഷിച്ച് നടക്കണം. അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആ വ്യക്തി സ്വയം നാശത്തിലേക്കാണ്. വലാ തുൽഖൂ ബി ഐദീകും ഇലാ തഹ്ലുക വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. സുബ്ഹാനല്ലാഹ്. അപ്പം ഓരോരുത്തരും ചിന്തിക്കുക, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഏത് രീതിയിലാണെങ്കിലും ഈ ദീനിന് അപ്ലൈ ചെയ്യാൻ, ഈ ദീനിനെ സംരക്ഷിക്കാൻ, ഈ ദീനിനെ പ്രൊമോട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. ഓരോ നിമിഷവും ഓരോ ദിവസവും നിങ്ങൾ പ്ലാൻ ചെയ്യുക, നിങ്ങൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. ഓക്കെ, സാധാരണ ചെയ്യുന്ന നമ്മൾ ഈ ഒഴിവുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ സൗകര്യത്തിന് സുഖമായിട്ട് വീട്ടിലിരുന്ന് കമ്പ്യൂട്ടറിൽ കുത്തി അല്ലെങ്കിൽ ഫോണിൽ കുത്തി പഠിക്കുന്നതിനപ്പുറത്തേക്ക് ഈ ദീനിനെ സംരക്ഷിക്കാൻ, നാളത്തെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ആത്മാർത്ഥമായ നീയത്തോടു കൂടി. എപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കണ്ടോ, ഞാൻ ഒരാള് ഒരിത്തിരി എന്ത് ചെയ്തിട്ട് എന്താവാനാ? ദീൻ സംരക്ഷിക്കുന്നത് നമ്മൾ ചെയ്യുന്നതുകൊണ്ടൊന്നല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ചെയ്യുന്നത് നമ്മളെ നാശത്തിലേക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ഓർക്കുക. ഓക്കെ, ഞാൻ ചെയ്തിട്ട് ഇവിടെ ദീൻ മുഴുവൻ നമുക്ക് അടിമേലെ മറിച്ചിടാൻ പറ്റുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട, ആർക്കും അത് പറ്റില്ല. നമ്മൾ ഇനി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു ആണ് അതിന്റെ റിസൾട്ട് നമുക്ക് തരുന്നത്. ഞാൻ ക്ലാസ് പഠിപ്പിച്ചിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് എന്റെ നാവോ എന്റെ അറിവോ അല്ല, അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ റസിയാക്ക് ഇന്ന കാര്യം മനസ്സിലാക്കണം, മൈമൂനക്ക് ഇന്ന കാര്യം മനസ്സിലാക്കണം, അവരുടെ ജീവിതത്തിൽ ഈ രീതിയിൽ മാറ്റം വരുത്തണം എന്നുള്ള തൗഫീക്ക് റബ്ബാ തരുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ചെയ്തിട്ട് എന്താവാനാന്ന് ആരും വിചാരിക്കേണ്ട. ഈ ചെയ്യുന്നത് നമ്മളെ സ്വയം നാശത്തിൽ നിന്ന് തടയുന്നതിന്റെ ഭാഗമാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും
അതുപോലെ സ്വയം നാശത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിന് വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സസ്, കാരണം നമ്മൾ ഇവിടെ സ്ത്രീകളാണ് അല്ലെ, എല്ലാവരുടെ കയ്യിലൊന്നും പൈസയായിട്ട് ഒരുപാട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ ആരോഗ്യമുണ്ട്, സമയമുണ്ട്, അറിവുണ്ട്, ചിന്തയുണ്ട്, കമ്പാഷൻ ഉണ്ട്. അതായത് കമ്പാഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരോടുള്ള ആ ഒരു ഇതുണ്ട്, അനുകമ്പ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്. അതുപോലും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ ഗ്രൂപ്പിസം ഒക്കെ ഭയങ്കര കൂടുതലാണ് അല്ലെ. എല്ലാ ഗ്രൂപ്പുകളോടും നമ്മൾ കമ്പാഷനോട് കൂടി പെരുമാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എവിടെയോ നമുക്ക് അതൊരു ഐക്യത്തിലേക്കുള്ള അല്ലെ, ഓ ഇങ്ങനെയും പറ്റും മനുഷ്യന്മാർക്ക് എന്നുള്ളൊരു തോന്നൽ വരും. ആ ഒരു കമ്പാഷനോടുള്ള ഒരു നോട്ടം പോലും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വജഹ് ഉദ്ദേശിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ദീനിന് വേണ്ടിയുള്ള ചെലവഴിക്കലാണ്. ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തവരായിട്ട് ഇവിടെ ആരും ഇല്ലല്ലോ അല്ലെ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല അള്ളാന്റെ ദീനിന് വേണ്ടി ഏറ്റവും തൃപ്തിയായിട്ട് വർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തില്. അതിന് ഓരോരുത്തർക്കും, നമ്മൾ ഓരോരുത്തർക്കും അവരവരുടെ സാഹചര്യവും അവരവരുടെ സാമ്പത്തിക സ്ഥിതിയും അവരവരുടെ കഴിവുകളും ഉപയോഗിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ്, നമ്മൾ മരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റാവുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് തന്നെ ചെയ്യിപ്പിക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്യും. ആ ബെസ്റ്റ് ചെയ്യുന്നത് വരെ റബ്ബേ നീ എനിക്ക് ആയുസ്, എൻ്റെ ആയുസ്സിൽ ആഫിയത്തും ബർക്കത്തും റഹ്മത്തും അറിവും ഹിദായത്തും ഒക്കെ താ റബ്ബേ. അതിനുള്ള ഇഷ്ടം താ റബ്ബേ. നീ എന്നെ നിലനിർത്ത റബ്ബേ. ദുആ ചെയ്യ്. നമുക്ക് ഓരോരുത്തർക്കും പലതും ചെയ്യാൻ പറ്റും. ഈ ബുക്ക് ക്ലാസ് കേട്ട് പഠിച്ച് നോട്ട് എഴുതി എക്സാം എഴുതലും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യലും മാത്രമല്ല ദീൻ. അതിന് പുറത്തേക്ക് നമ്മൾ വന്നേ മതിയാവും. അതിനപ്പുറത്തേക്ക് ഞാനും നിങ്ങളും ചെയ്യാൻ വേണ്ടി ഇറങ്ങിയേ മതിയാവും. അല്ലാതെ ഇന്നത്തെ സമൂഹത്തിനെ കുറ്റം പറഞ്ഞ്, ഇന്നത്തെ കാലഘട്ടത്തിലെ ദീനിനെ കുറ്റം പറഞ്ഞ്, കുട്ടികളെ കുറ്റം പറഞ്ഞ് ഇരുന്നത് കൊണ്ട് നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കലാണ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അതിനുള്ള തൗഫീക്ക് തരട്ടെ. പല തരത്തിലുള്ള കാര്യങ്ങളും ഫിത്തനകളും നമ്മുടെ ദുനിയാവിൽ നടക്കുന്നുണ്ട്. നമുക്ക് ഫിത്തനകൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചിന്തിക്കേണ്ട, ഫിത്തനകളുടെ ഭാഗഭാക്കാകാൻ വേണ്ടിയിട്ടല്ല. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, ഗ്രൂപ്പുകളിൽ പലപ്പോഴും ഇപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ അൽഹംദുലില്ലാഹ് നമ്മൾ പുറത്തുനിന്നുള്ള ഒന്നും ഷെയർ ചെയ്യാറില്ല. നിങ്ങളൊക്കെ ഭാഗഭാക്കായിട്ടുള്ള പല ഗ്രൂപ്പുകളും ഉണ്ടാവും. അവിടെയൊക്കെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് വേറൊരു ഗ്രൂപ്പിനെ കുറ്റപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു ഹരം കിട്ടുന്നുണ്ടാവും. അതൊന്നും അല്ല നമ്മളെ ദീനിന്റെ പ്രചരണം. അതൊക്കെ നമ്മളെ ദീനിന്റെ അകത്ത് തന്നെ ഇബ്ലീസ് ഉണ്ടാക്കി തരുന്ന കുറെ വിഷങ്ങളെ ക്യാരി ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ശരികൾ ചിലർ ശരി പറയും, നാളെ അത് അവർ തിരുത്തി പറയും, തെറ്റ് മാറ്റി പറയും. ഇതൊക്കെ മനുഷ്യ സഹജമാണ്. തെറ്റുകൾ പഠിച്ചു പോണതും പറഞ്ഞു പോണതും ഒക്കെ ഇന്നത്തെ കാലത്ത് പലതും നടക്കുന്നത് കൊണ്ട് ഞാൻ ഈ ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ പോലും ഞാൻ എടുത്തു പറയാണ്. നിങ്ങൾ പണ്ഡിതന്മാരെ പരിഹസിക്കുന്നതും അവർ ആ ഗ്രൂപ്പിനെ കുറ്റപ്പെടുത്തുന്നതിലും ഈ ഗ്രൂപ്പിനെ കുറ്റപ്പെടുത്തുന്നതിലും സമയം കളയല്ലേ. ആ സമയം കൂടെ എങ്ങനെ എൻ്റെ ദീനിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ മറ്റുള്ളവരിലേക്ക് ദീൻ എത്തിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ട് സ്നേഹത്തോടു കൂടി ഐക്യത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും. ദീനിനെ സംരക്ഷിക്കുന്നത് റബ്ബാണ്, അത് റബ്ബ് സംരക്ഷിച്ചോളും. ഇബ്ലീസ് ഏത് രീതിയിലുള്ള ഫിത്ന ഉണ്ടാക്കിയാലും, ഇബ്ലീസിന്റെ കയ്യാളന്മാരായിട്ട് ഏതൊക്കെ മനുഷ്യന്മാര് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും സുബ്ഹാനല്ലാഹ് അള്ളാന്റെ ദീനിനെ സംരക്ഷിക്കും അല്ലെ. ഇന്നത്തെ ഇത്രയും വലിയ ഫിത്നയുടെ കാലത്ത് നമുക്ക് ഇന്ന് ഇങ്ങനെ ഇരുന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള അവസരം തരുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ദീൻ സംരക്ഷിക്കും എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഏറ്റവും ആദ്യം ആഗ്രഹം, ശ്രമം അല്ലാഹു സുബ്ഹാനഹു വതആല അത് എളുപ്പം കാണിച്ചു തരുക. آمين. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.